ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം John chapter 20, 30 and 31. യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ വേറെ പല അടയാളങ്ങളും പ്രവർത്തിച്ചു. അവ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാനും അങ്ങനെ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ നിങ്ങൾ ജീവൻ പ്രാപിക്കാനും വേണ്ടിയത്രേ ഇവ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റാ. കാരണം ഈ നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ബൈബിൾ ഇന്നത്തെ ഷേപ്പിൽ എഡിറ്റഡ് ആയിട്ടുള്ള ഒരു ബൈബിൾ ആയിരുന്നില്ല. അത് 395 AD 395 ബൈബിൾ ഇങ്ങനെ എഡിറ്റഡ് ബൈബിൾ ആയത്. അപ്പൊ യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയപ്പോൾ ഇറ്റ് വാസ് ഇൻഡിപെൻഡന്റ്, ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ബുക്കാണ്. നമുക്കറിയാം, ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. ലേഖനം എഴുതിയേക്കുന്നതിന്റെ പർപ്പസ് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ, അല്ലെ ഓർമ്മിപ്പിക്കാൻ, അതിന് ധൈര്യം നൽകാനാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം അത് വിശ്വാസികൾക്കുള്ള ഒരു ലെറ്റർ, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞവർക്ക് നിത്യജീവൻ പ്രാപിച്ചവർക്കുള്ളതും. ഇത് ലോകത്തിനുള്ള ഒരു ലെറ്റർ. ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ, എൻ്റെ ഹ്യൂമാനിറ്റിക്കുള്ള ഒരു ലെറ്റർ. കാരണം 31ാമത്തെ സെന്റൻസിൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കാനും അങ്ങനെ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കാനും വേണ്ടി അത്ര ഇവ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്തിരി ഒരു ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ, ഈ യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന ഒരാള് യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കും. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവർക്ക് നിത്യജീവൻ പ്രാപിക്കാനും പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, കാരണം ഇപ്പൊ നമുക്ക് വളരെ പ്രസക്തിയുണ്ട് ഇത് പഠിക്കേണ്ടതിന്റെ. കാരണം ലോകത്തില് അനേക ക്രിസ്തുമാര് പ്രസംഗിക്കപ്പെടുന്നുണ്ട്. കർത്താവ് തന്നെ അന്ത്യകാലത്തിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞത് അറിയാവുന്ന കാര്യം. മാത്യു 24:24 കർത്താവ് പറഞ്ഞു, അനേക കള്ളപ്രവാചകരും കള്ളക്രിസ്തുമാരും പ്രത്യക്ഷപ്പെടും. അപ്പോൾ നമ്മളെല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്, അന്ത്യം അടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഡേറ്റുകളും കാലങ്ങളും ഒന്നും അറിയില്ലേലും നമ്മൾ അന്ത്യത്തോട് 2000 വർഷം അടുത്തെന്നുള്ള കാര്യത്തിന് നോബഡി ക്യാൻ ഡിസ്പ്യൂട്ട്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കള്ളപ്രവാചകരെയും ക്രിസ്തുവിന്റെ ഒക്കെ പ്രസൻസ് കാണുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. 1 John 4 എടുക്കണ്ട, ഞാൻ ജസ്റ്റ് ഒരു മുഖവരിയായിട്ട് പറയാം. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, അത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യണം. അപ്പൊ എന്താണ് അന്നേ ഉണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത ആത്മാക്കൾ. 2 Corinthians 11 നമ്മൾ വായിക്കുന്നുണ്ട്. പോൾ പറയുന്നുണ്ട്, നിർമ്മലയായ കന്യകയെ ഏക പുരുഷൻ എന്ന പോലെ ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തു. എന്നാൽ സർപ്പം കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വേറൊരാൾ വന്ന് മറ്റൊരു ക്രിസ്തുവിനെ, അല്ല 3 കാര്യം, മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്. നമ്മൾ ഈ ക്രിസ്തു, കാരണം ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിന്റെ പോസിബിലിറ്റി 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവിനെ അന്ന് തന്നെ പ്രസംഗിക്കപ്പെട്ടു. എന്നിട്ട് അവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി അതിനെല്ലാം വഴങ്ങിക്കഴിഞ്ഞു. കാരണം അവര് കൊറിന്തോസുകാര് വിശ്വാസികള് അതൊന്നും നോക്കുന്നത് നല്ലതാണ്. കാരണം അല്ലാതെ അന്ന് അതിന്റെ ഇൻഫ്ലുവൻസിൽ പെടാതെ അവർ സ്വതന്ത്രമായിട്ട് ജീവിച്ചില്ല, ഈവൻ അപ്പസ്റ്റോലിക് ടൈമില്. 2 Corinthians 11-ാം അധ്യായത്തില്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഭയങ്ങളും പേടികളും ഒന്നും ഇല്ലാന്നുള്ളൂ. അതൊരു കറക്റ്റായിട്ടുള്ള ധൈര്യമാണോ നമ്മൾ ചോദന ചെയ്യുന്നതല്ല. 2 Corinthians 11 പോൾ അവിടെ പറയുന്നത്, എന്നാൽ സർപ്പം 11:3 തുടങ്ങി, എന്നാൽ സർപ്പം കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥവും സംശുദ്ധവുമായ ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ വഴിപിഴപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. മറ്റൊരാൾ വന്ന് ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ സ്വീകരിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ വേഗം അതിനെല്ലാം വഴങ്ങിക്കഴിഞ്ഞു. അവരതിന് ടോട്ടലി അതിന്റെ സ്ലേവറിയിൽ വന്നെന്നല്ല, ഓൾറെഡി അതിന്റെ ഇൻഫ്ലുവൻസ് ഏത് സഭയിൽ വന്നിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ അതിനെല്ലാം വഴങ്ങിക്കഴിഞ്ഞു. ദി റീസൺ എന്തായിരുന്നു? അവർക്ക് ഈ അല്ലെങ്കിൽ യഥാർത്ഥ അന്ന് നമുക്കറിയാം ഇതുപോലെയുള്ളൊരു ബൈബിൾ ഇല്ല. വി ആർ മോർ ഫോർച്ചുനേറ്റ്. കൊറിന്തോസുകാർക്ക് വായിക്കാൻ ഇങ്ങനത്തെ ഒരു ബൈബിൾ ഇല്ല, ഒരു യോഹന്നാന്റെ സുവിശേഷം ഇല്ല, ഒന്നുമില്ല.
എന്നാൽ അപ്പസ്തോലന്മാരുടെ വാമൊഴിയായിട്ടുള്ള ടീച്ചിങ് കൊണ്ട് പൗലോസ് ഫൗണ്ട് ചെയ്ത ചർച്ചാണ്. പൗലോസ് ഇന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാമൊഴിയായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ഒത്തിരി ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഞാൻ ചിന്തിക്കാറില്ല. ഇപ്പൊ നമ്മൾ 1ാം ക്ലാസ്സിൽ പോയ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഈ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് പോയതിനിടയിലുള്ള നമ്മൾ ഓർമ്മിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഒന്ന് എഴുതി നോക്ക്. എത്ര പേജ് കാണും? ഒരു പേജൊന്നും കാണത്തില്ല. അപ്പൊ ഈ യോഹന്നാൻ അല്ലെങ്കിൽ പൗലോസ് പോയി റിട്ടൺ ഒന്നുമില്ല പൗലോസ് പറഞ്ഞത്. അപ്പൊ ഇവര് 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വേറെയുള്ള പ്രസംഗകർ അവിടെ വന്ന് നമുക്കറിയാം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അനേക ഉപദേശികൾ അല്ലെ 1000 ടീച്ചേഴ്സ് ഉണ്ടാകും, പക്ഷെ ഞാനാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇട്ടത്. അപ്പോൾ ഓരോരുത്തർ വന്ന് പ്രസംഗിച്ചപ്പോഴും അതിന്റെ ഇൻഫ്ലുവൻസ് ആണ്. നമ്മളെല്ലാം കാണുന്ന കാര്യങ്ങൾ ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസ് വരാതിരിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കും? നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിസ്ഥാനമാണ്. ഇത് എഫേസ്യ ലേഖനം എടുക്കുമ്പോൾ നമ്മളൊരു ഇത് മുഖവരിയായിട്ടൊന്ന് ചിന്തിച്ചിട്ട് നമ്മളെ സംബന്ധിച്ച് വി ആർ ടു ഫൈൻഡ് ഔട്ട് ദി ക്രൈസ്റ്റ് ഇൻ ദി ഗോസ്പൽ ഓഫ് ജോൺ. എഫേസ്യ ലേഖനം 4ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നത്, അതായത് പല ശുശ്രൂഷകൾ കൊടുത്തു. അതായത് അപ്പസ്തോലന്മാര്, പ്രവാചകര് ഇതെല്ലാം കൊടുത്തിട്ട് 4:12 തുടങ്ങി വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരം കെട്ടിപ്പടുക്കുക എന്ന ശുശ്രൂഷയ്ക്ക് വിശുദ്ധരെ ഒരുക്കാനായിരുന്നു ഇത്. അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യം നേടി ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചു. സോ ഈ ചർച്ചിൽ നിന്ന് ആൾക്കാർക്ക് കിട്ടേണ്ടതെന്ന് പറയുന്നത് ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവപുത്രൻ. കാരണം ഒത്തിരി ദൈവപുത്രന്മാര് അന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്, ഇന്നും ഉണ്ട്. അന്നുള്ളതിനേക്കാൾ ഹൺഡ്രഡ്സ് ഓഫ് അല്ലെങ്കിൽ 100 കണക്കിന് ടൈംസ് യേശു ക്രിസ്തുമാര്. കാരണം ഒരു ആട്രിബ്യൂട്ട് മാറിയ പേഴ്സണാലിറ്റി മാറി. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ 5 പിള്ളേരുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ പറയാണ് 6 പിള്ളേരുള്ള വീട്ടിൽ ഒരാളെന്ന് പറഞ്ഞാൽ ആൾ മാറി. അത് വേറെ ഏതെങ്കിലും വീടായിരിക്കും. അപ്പൻ്റെ അമ്മയുടെയും പേര് സെയിം ആയാലും എല്ലാം സെയിം ആയാലും ടോട്ടലി മാറി. സെയിം വേ യേശു ക്രിസ്തുവിന്റെ ഓരോ ആട്രിബ്യൂട്ട് മാറിയാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് ക്രൈസ്റ്റ്. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ വായിക്കുന്നത് ദൈവപുത്രനെ കുറിച്ചുള്ള, അപ്പൊ ലക്ഷ്യം ഇതാണ്, ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച്, ബൈബിളിനെ കുറിച്ചുള്ള അറിവല്ല, ദൈവവചനത്തെ കുറിച്ചുള്ള അറിവല്ല, ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് ക്രിസ്തുവിന്റെ പരിപൂർണതയിൽ എത്തി പക്വത ആർജിക്കും വരെ ഇത് തുടരും. എങ്ങനെയായാല ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നതിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വാട്ട് വി ആർ ഗോയിങ് ടു ഏൺ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ്, വേറൊന്നുമല്ല, ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ്. അങ്ങനെ ആയാൽ മനുഷ്യരുടെ വക്രബുദ്ധിയും വഞ്ചന നിറഞ്ഞ കുതന്ത്രങ്ങളും മെനഞ്ഞെടുക്കുന്ന ഓരോരോ തത്വങ്ങളുടെ കാറ്റിൽപ്പെട്ട് കുട്ടികളെ പോലെ നാം ആടി ഉലയുകയില്ല. മറിച്ച് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരണം. അപ്പൊ ഇവിടെ സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെങ്കിൽ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചേ പറ്റൂ. ദൈവപുത്രനെ കുറിച്ച് അനേക ദൈവപുത്രന്മാർ ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. കൊറിന്ത്യർ ലേഖനത്തിലൊക്കെ പോൾ പറയുന്ന പോലെ അനേക ദേവന്മാരുണ്ടല്ലോ. ഇംഗ്ലീഷിലാണ് അനേക ഗോഡ്സ് എന്ന്. അനേക ദൈവങ്ങളുണ്ട് ലോകത്തിൽ. പക്ഷെ നമുക്ക് പോൾ പറയുന്ന സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 Corinthians 8:3 തുടങ്ങി വായിക്കുമ്പോൾ നമ്മളിതൊരു മുഖവരിയായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മളെ സംബന്ധിച്ച്, അതായത് ഈ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ലോകം അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള നോളജ് കറപ്റ്റഡ് ആയിരിക്കുക. ഒന്ന് പറയുന്നത് സെറ്റിന്റെ അതിന്റെ 3 തുടങ്ങി വായിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു, അതുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് നിവേദിച്ച ഭക്ഷണത്തെ കുറിച്ച് പറയട്ടെ. വിഗ്രഹങ്ങൾ ഒന്നുമല്ല എന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും നമുക്കറിയാം. ദേവന്മാർ എന്ന് പറയപ്പെടുന്നവർ, ഇംഗ്ലീഷിലാണ് ഗോഡ്സ് എന്ന, ദേവന്മാർ എന്ന് പറയപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടായിരിക്കാം. അതെ, അനേകം ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. ലോഡ്സ് ഓഫ് ഗോഡ്സ്. ഇപ്പൊ ഹിന്ദുസിലാണ് 33 കോടി ദൈവം എന്ന് പറയുന്ന പോലെ തന്നെ ഇസ്ലാമിൽ ഒരു ദൈവമുണ്ട്, സിഖുകാർക്ക് ഒരു ദൈവമുണ്ട്, ബുദ്ധമതക്കാർക്ക് ഒരു ദൈവമുണ്ട്, ഇനി കത്തോലിക്കർക്ക് ഒരു, മീൻസ് അത് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കോളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രിസ്ത്യ കോളത്തിൽ അനേക ക്രിസ്തുമാര് വിശ്വസിക്കപ്പെടുന്നുണ്ട്, പ്രസംഗിക്കപ്പെടുന്നുണ്ട്, വേഷം കെട്ടി ക്രിസ്തുവിന്റെ സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ വേഷത്തിൽ അനേക ക്രിസ്തുമാര് ഉണ്ട്. അപ്പൊ എന്നിട്ട് പൗലോസ് അവിടെ പറയാണ്, എന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നമുക്കറിയാം. ദേവന്മാർ എന്ന് പറയപ്പെടുന്ന
പറയപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടായിരിക്കാം. അതേ അനേകം ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥിതി നമുക്ക് പിതാവായ ഏക ദൈവമേ ഉള്ളൂ. അവനിൽ നിന്ന് എല്ലാം ഉണ്ടായി, അവനു വേണ്ടി നാം ജീവിക്കുന്നു. ഒരു കർത്താവേ ഉള്ളൂ, യേശു ക്രിസ്തു. അവനിലൂടെ എല്ലാം ഉണ്ടായി, അവനിലൂടെ നാം ജീവിക്കുന്നു. എന്നാൽ ഈ അറിവ് എല്ലാവർക്കും ഇല്ല, നമുക്കുണ്ടായേ പറ്റൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഡിസീവ്ഡ് ആവും. കാരണം വേറൊരു യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം യോഹന്നാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, എന്നാൽ ഈ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കാൻ, അറിയാനും അല്ലെ വിശ്വസിക്കാനും, അങ്ങനെ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കാനും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ, കാരണം നമ്മൾ ചിന്തിക്കണം 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലൻ തന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനെ കൊണ്ട് എഴുതിച്ചതാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മൾ നിത്യജീവൻ പ്രാപിക്കും. ഈ ബൈബിൾ വിശ്വസിക്കുക എന്നുള്ളതിനൊരു ഒരു ഡെഫിനിഷൻ ഐ യൂസ് ടു ടെൽ. കാരണം ഇപ്പൊ കത്തോലിക്കരോട് സംസാരിക്കുമ്പോൾ അവർ ഞങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്, മർത്തോമക്കാരോട് പറഞ്ഞാലും പറയും അവർ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്, എല്ലാവരും ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൈബിളിൽ വിശ്വസിക്കുക എന്നുള്ളതിനൊരു കറക്റ്റ് ഡെഫിനിഷൻ, ടു ബിലീവ് ഇൻ ദി ബൈബിൾ ഈസ് സെയിം ആസ് നോട്ട് ബിലീവിങ് തിങ്സ് വിച്ച് ആർ നോട്ട് ഇൻ ദി ബൈബിൾ. അല്ലെങ്കിൽ ബൈബിളിൽ വിശ്വസിക്കുന്ന പറയുന്നതിന് ഒരു അർത്ഥമില്ല, മീനിങ്ലെസ് ആ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ബൈബിളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ബൈബിളിലുള്ളതും വിശ്വസിക്കുന്നുണ്ട്, ബൈബിളിൽ ഇല്ലാത്തതും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ബിലീവിങ് ഇൻ ദി ബൈബിൾ. ഇങ്ങനെ കുറെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടായേ പറ്റൂ. കാരണം യഹോവ സാക്ഷികളും ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്, കത്തോലിക്കരും ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്, യാക്കോബക്കാരും ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചുകാരും ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള പുസ്തകം ഇത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വി ആർ ടു ഡ്രോ എ ലൈൻ. ഏതാണ് ബൈബിളിലുള്ളത്, ഏതാണ് ബൈബിളിൽ ഇല്ലാത്തത്. ഇത് ഈ ദൈവോത്തരനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചില്ലെങ്കിൽ നമ്മൾ FS ലേഖനത്തിൽ വായിച്ചു, എന്ത് പറ്റും? റിസൾട്ട് എന്താ? ഓരോരോ ഉപദേശങ്ങളുടെ കാറ്റിൽ പെടും. നോക്ക്, ഈ 19-20 നൂറ്റാണ്ടായപ്പോഴ പല യേശു ക്രിസ്തുമാർ വന്നു തുടങ്ങി. ഇത് ലിബറേഷൻ തിയോളജി എന്ന് പറഞ്ഞൊരു യേശു ക്രിസ്തു വന്നു. അതിപ്പോ ഓൾമോസ്റ്റ് അങ്ങ് സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പ്രോസ്പെറിറ്റി ഗോസ്പലിന്റെ ഒരു യേശു ക്രിസ്തു വന്നു. അത് അങ്ങ് സബ്സൈഡ് ചെയ്യില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷമാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനെ ആരും തള്ളിക്കളയത്തില്ല. എന്നാൽ ബൈബിളിലെ യേശു ക്രിസ്തു, അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ബൈബിളിലെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന യേശു ക്രിസ്തു ആണോ യോഹന്നാന്റെ സുവിശേഷത്തിലേതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതില് യോഹന്നാന്റെ സുവിശേഷം എടുക്കുമ്പോൾ ഞാനിത് ഇത്തിരി എന്താ പറയുന്നത് വായിച്ചു നോക്കി, അല്ലെങ്കിൽ ഇത് കുറെ പ്രിപ്പയർ ചെയ്തിട്ട് പറയുന്നതാണ്, നോർമലി ചെയ്യുന്നതിന് ഡിഫറെന്റ് ആയിട്ട്. കാരണം ഇത് ക്രൂഷ്യലാണ്. കാരണം വേറൊരു യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നമ്മുടെ നിത്യത നഷ്ടപ്പെടുന്നു. ഇത് നിത്യതയുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഹിറ്റിംഗ് ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ട് പഠിച്ചേ പറ്റൂ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തില് നോക്ക്, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിടത്ത് പോലും ഇത് യോഹന്നാന്റെ സുവിശേഷമാണെന്ന് എഴുതിയിട്ടില്ല. യോഹന്നാന്റെ ജോൺ എന്നുള്ള പേര് മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ഒരേ ഒരു ഗോസ്പൽ യോഹന്നാന്റെ. ബാക്കിയുള്ള മത്തായി, മാർക്കോസ്, ലൂക്കോസ് എല്ലാം യോഹന്നാനെ കുറിച്ച് 20 ടൈംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്ത് യോഹന്നാൻ മെൻഷൻഡ് ആണ്. പക്ഷെ യോഹന്നാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം, അതായത് കർത്താവ് താൻ സ്നേഹിച്ച ശിഷ്യൻ. കാരണം യോഹന്നാൻ വാസ് എന്താ പറയുന്നത്, എക്സൈറ്റഡ് ബൈ ദി ലവ് ഓഫ് ദി ലോർഡ് ടുവേർഡ്സ് ഹിം. അതിൽ നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് യോഹന്നാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്, അല്ല കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് യോഹന്നാനെയാന്ന് പറയാറുണ്ട്. യോഹന്നാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചു, അതിൽ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് കർത്താവ് താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ വായിക്കുമ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത ഇപ്പൊ നമ്മളവിടെ കണ്ടു, ഇത് യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ 100 ടൈംസ് ടു ബിലീവ് എന്ന് എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുക. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ടത് ഈ കർത്താവുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ രക്ഷ കിട്ടത്തുള്ളൂ. യോഹന്നാൻ 100 ടൈംസ് എഴുതി ബിലീവ് 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 ബിലീവ്. അവിടെ തന്നെ ആ സെന്റൻസിൽ തന്നെ 31 2 തവണ എഴുതുന്നു, ബിലീവിങ് ആൻഡ് ബിലീവിങ്. ദെൻ യോഹന്നാന്റെ സുവിശേഷത്തില് 45 ടൈംസ് എഴുതിയേക്കുന്നതാണ് ട്രൂത്ത്. സുവിശേഷം എപ്പിസ്റ്റൽസും കൂടെ നോക്കുമ്പോൾ ട്രൂത്ത് എന്നുള്ള വേർഡ് 45 ടൈംസ്, ഒരു സ്ട്രോങ്സ് കൺകോർഡൻസ് എടുത്ത് എണ്ണി നോക്കിയാണ്ട് അതിനകത്തുണ്ട് 45 ടൈംസ് ട്രൂത്ത് എന്നുള്ള വേർഡ് യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ദെൻ ലവ് എന്നുള്ള വേർഡ് 80 ടൈംസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിലെ 3 കാര്യങ്ങൾ, ഒന്ന് ട്രൂത്ത്, ലവ് ആൻഡ് ബിലീഫ്.
ഇപ്പൊ യോഹന്നാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ലോകത്തിൽ യോഹന്നാനെ കുറിച്ച് പറയപ്പെടുന്നത് സ്നേഹത്തിന്റെ സുവിശേഷകൻ. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, യോഹന്നാൻ അതാണ് കർത്താവുമായിട്ട് അടുക്കുമ്പോൾ വരേണ്ട ഒരു മാറ്റങ്ങളെ കുറിച്ചാണ്. യോഹന്നാൻ കർത്താവ് തന്നെ ഇട്ട് അവന്റെ പേരെന്താ? സൺസ് ഓഫ് തണ്ടർ എന്നാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. സമറിയക്കാര് കർത്താവിനെ സ്വീകരിക്കാതെ വന്നപ്പോ യാക്കോബ് യോഹന്നാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇവരെയൊക്കെ തീ ഇറക്കി കത്തിച്ചു കളയുന്നു. അപ്പോ കർത്താവ് പറയുന്നത്, അപ്പൊ ചോദിക്കുക, എന്ത് ആത്മാവാ നിങ്ങളെ നയിക്കുന്നത്? അതായത് നമ്മളിവിടെ വായിക്കുന്ന പോലെ ആൾക്കാരെ കത്തിക്കുന്ന പോലെ. കാരണം ഓൾഡ് ടെസ്റ്റമെന്റ് ദൈവത്തെ അവർക്ക് അറിയാവുന്നേ. സോദോം ഗൊമോറ പാപം ചെയ്തപ്പോൾ അവരെ തീയിലിറക്കി കത്തിച്ചു കളഞ്ഞൊരു ദൈവം. ഏലിയ എന്ത് ചെയ്തു? ഏലിയായെ എതിർത്തവരെ ആകാശത്തിന് തീയിറക്കി ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഈ സൺസ് ഓഫ് തണ്ടർ, അല്ലെങ്കിൽ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാര്, അല്ലെങ്കിൽ തീ ഇറക്കി അവരെ കത്തിപ്പിച്ച് കളയണം എന്നുള്ള ആ യോഹന്നാൻ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിൽ സ്നേഹത്തിന്റെ സുവിശേഷകനായി തീർന്നു, അല്ലെ? ദി അപ്പസ്റ്റോൾ ഓഫ് ലവ് ആയിട്ട് മാറി. അപ്പോൾ ആ ഒരു എൻകൗണ്ടർ, ഇതെല്ലാം അപ്പൊ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ യോഹന്നാനും കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് ആധികാരികമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇറ്റ്സ് ഓൾമോസ്റ്റ് കറക്റ്റ്. ജോൺ 19:25 വായിക്കുമ്പോൾ നോക്കിയോ, 19:25. അങ്ങനെ പടയാളികൾ അത് ചെയ്തു. യേശുവിന്റെ കുരിശിന് അടുക്കൽ അവന്റെ അമ്മയും അവന്റെ അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാസിന്റെ ഭാര്യയായ മറിയമും മഗ്ദലക്കാരി മറിയമും നിന്നിരുന്നു. അമ്മയും നിന്ന ആൾക്കാരുടെ വായിക്കും. അവന്റെ അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാസിന്റെ ഭാര്യയായ മറിയമും മഗ്ദലക്കാരി മറിയമും നിന്നിരുന്നു. 3 പേരിലുള്ളൂ. അതെ, 19:25 വായിക്കാം. യേശുവിന്റെ കുരിശിനടുക്കൽ അവന്റെ അമ്മയും 3 പേരേ ഉള്ളൂ. അവന്റെ അമ്മയുടെ സഹോദരിയും അവന്റെ അമ്മയുടെ സഹോദരിയും ഒറ്റ പേരല്ലേ, അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാസിന്റെ ഭാര്യയായ മറിയവും മഗ്ദലക്കാരി മറിയവും. അത് ഞാൻ പെട്ടെന്ന് എനിക്ക് വായിച്ചപ്പോൾ 4 പേരും തോന്നി. അതായത് ഞാൻ നോക്കിയപ്പോൾ 3 പേരെ ഉണ്ടായിരുന്നു. അവിടെ 3 പേരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് കർത്താവിന്റെ അമ്മ, ദെൻ കർത്താവിന്റെ അമ്മയുടെ സഹോദരി, ഹു ഈസ് ദി വൈഫ് ഓഫ് ക്ലിയോപ്പാസ്, ദെൻ മഗ്ദലക്കാരി മറിയം. അപ്പൊ ഈ എല്ലാ സുവിശേഷം എടുക്കുമ്പോൾ 3 ഒത്തിരി സ്ത്രീകൾ വന്നെന്ന് എഴുതിയിട്ടുണ്ട് ഗലീലയിൽ നിന്നുള്ള, പക്ഷെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് 3 പേരുടെ ഉള്ളൂ. അപ്പൊ ഇതില് ഈ മാത്യു 27:56 വായിക്കുമ്പോൾ മഗ്ദലക്കാരി മറിയം നമുക്കറിയാം. മറ്റടുത്ത് പറഞ്ഞിരിക്കുന്നത് യാക്കോബ് യോസയുടെ അമ്മ എന്നാ, ചെറിയ യാക്കോബിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ആരാന്നറിയാലോ? ചെറിയ യാക്കോബിന്റെ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്ന ആരോ അറിയിച്ചു? യേശുവിന്റെ അമ്മ. കാരണം യേശുവിന്റെ അമ്മ ഉണ്ടെന്നുള്ളത് നമുക്ക് അൺഡിസ്പ്യൂട്ടഡാ. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് അവന്റെ അമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. മാത്യു 27:56 വായിക്കുമ്പോൾ മഗ്ദലക്കാരി മറിയമും യാക്കോബ്, യോസഫ് എന്നിവരുടെ അമ്മയായ മറിയമും, അത് കർത്താവിന്റെ അമ്മ, സെബദി പുത്രന്മാരുടെ അമ്മയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ സെബദി പുത്രന്മാരുടെ അമ്മയാണ് ആരുടെ? സെബദി പുത്രന്മാരുടെ അമ്മ നമുക്കറിയാം, സെബദി. അപ്പൊ അത് മറിയമിന്റെ സഹോദരിയാണ്, ഇത് കർത്താവിന്റെ അമ്മയുടെ സഹോദരിയാണ്. യെസ്, അനിയത്തിയോ ചേടത്തിയോ അത് നമുക്കറിയില്ല. എന്താണെങ്കിലും കർത്താവ് ചേടത്തിയുടെയും അനിയത്തിയുടെയും മക്കളാണ് കർത്താവും യോഹന്നാനും. സോ ദർ വാസ് ഒരു സ്പെഷ്യൽ റിലേഷൻ ഉണ്ട്. അതാണ് ഈ സ്വന്തം സഹോദരന്മാര് കർത്താവിനെ അംഗീകരിച്ചിരുന്നില്ല, അവർ ഹോസ്റ്റയിലായിരുന്നു. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് യോഹന്നാനെ അതായത് യോഹന്നാന്റെ അമ്മയുടെ ചേച്ചിയോ അനിയത്തിയോ ആണ്. അതുകൊണ്ട് യോഹന്നാനെ ഈ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിക്കാനുള്ള ഒരു റീസൺ. അപ്പൊ ഇത് അവിടെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, സബദിപുത്രന്മാരുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ദെൻ ഈ സബദിപുത്രന്മാരുടെ അമ്മ ഈ യാക്കോബ് അല്ലെങ്കിൽ കർത്താവിന്റെ അമ്മയുടെ സഹോദരിയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മളെ, കാരണം കർത്താവിന്റെ കുടുംബത്തെ കുറിച്ച് അറിയുന്നത് എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിംഗ്, നമ്മുടെ ജീവിതം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ കുടുംബത്തെ കുറിച്ചും ഒക്കെ അറിയാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അപ്പൊ യാക്കോബ് യോഹന്നാൻ കർത്താവിന് ഇത്തിരി ബ്ലഡ് റിലേഷൻ ഉണ്ട് മറിയം വഴി. അപ്പൊ അതുകൊണ്ടാണ് യോഹന്നാനെ ഏൽപ്പിച്ചു ഈ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ജോൺ ചാപ്റ്റർ 7
നോക്കിയോ, സ്റ്റാർട്ടിങ് നോക്കിയോ. ഇതിനുശേഷം യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു. യഹൂദർ അവനെ കൊല്ലാൻ തക്കം പാർത്തിരുന്നത് കൊണ്ട് യൂദായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുന്നാൾ അടുത്തിരുന്നു. അതുകൊണ്ട് അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് യൂദായിലേക്ക് പോകുക. നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണട്ടെ. കാരണം പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരും രഹസ്യമായി പ്രവർത്തിക്കുന്നില്ല. നീ ഈ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നിന്നെ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചില്ല. നോക്ക്, അതായത് നമുക്കറിയാവുന്ന ഒരു, ഞാൻ ഇതിനെ കുറിച്ചൊരു ഇത് വായിച്ചു അപ്പം കണ്ട ഒരു കാര്യമാണ്. കാരണം നോർമലി നടക്കുന്ന ഒരു കാര്യം, ഒരു വീട്ടില് 5-8 പിള്ളേരുണ്ട്. അതിൽ മൂത്ത ആളാണ് കർത്താവ്. ഈ കർത്താവ് ആരാന്ന്, കർത്താവിന്റെ ആ മിസ്റ്റീരിയസ് കാര്യത്തെക്കുറിച്ച് അറിയാവുന്നത് മറിയത്തിനും ജോസഫിനും ഉള്ളൂ. ജോസഫ് പ്രോബ്ലി ബൈ ദിസ് ടൈം മരിച്ചുപോയി. കാരണം ജോസഫിന് ഒരിടത്ത് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഈ മറിയത്തിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ ഒരു വീട്ടില് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ തന്നെ ഒരു മകനെ ഒരിക്കൽ പോലും അപ്പനും അമ്മയും വഴക്ക് പറഞ്ഞിട്ടില്ല. കാരണം കർത്താവ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്തില്ല, കർത്താവിന് വഴക്ക് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു നാച്ചുറൽ ഒരു അനിമോസിറ്റി ബാക്കിയുള്ളവർക്കുണ്ടായി. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് യാക്കോബിന്റെ മക്കളില് ജോസഫിനോട് ഒരു പ്രത്യേക സ്നേഹം കാണിച്ചപ്പോ ബാക്കിയുള്ളവർക്ക് ജോസഫിനോട്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ അതായത് ഒരിക്കലും വഴക്ക് പറയപ്പെട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പം അമ്മയും അപ്പനും പറഞ്ഞാൽ 100% അനുസരിക്കുന്ന ഒരു മകനായപ്പോ മറ്റൊരു നാച്ചുറലി നമുക്ക് അറിയാവുന്ന കാര്യം അവരനുസരിക്കില്ല. അല്ലെങ്കിൽ 5-8 പിള്ളേരുള്ളിടത്ത് എന്താണേലും ഇച്ചിരിയൊക്കെ ക്ലാഷും ഫ്രാക്ഷനിസം അല്ല എന്താണേലും. അപ്പൊ ഈ മോനോട്, അത് നമ്മളിവിടെ കാണുന്ന സഹോദരന്മാർ അവരിൽ വിശ്വസിച്ചില്ല. അപ്പം അതാണ് ഒരു മെയിൻ റീസൺ കർത്താവ് ഈ യോഹന്നാനെ അമ്മയുടെ ലുക്കിംഗ് ആഫ്റ്റർ ഏൽപ്പിക്കാൻ കാരണം. അത് നമുക്ക് കത്തോലിക്കരുടെ ഇടയിൽ ഒരു ഭയങ്കര ഈവിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ പുത്രൻ എന്ന് പറഞ്ഞു. അത്രയും മാത്രമേ ടീച്ചിങ് ഉള്ളൂ. അതാണ് നമ്മൾ പറയുന്നത് മുറി സുവിശേഷം, മുറി വൈദ്യൻ രോഗിയെ കൊല്ലുന്ന പോലെ തന്നെ മുറി സുവിശേഷം രോഗിയെ കൊല്ലും. ഇതാ നിന്റെ പുത്രൻ എന്ന് മറിയത്തോടും പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ എന്ന്. പുത്രൻ ഇതാ നിന്റെ അമ്മ. ഇതാ ഒരു പാട്ടൊക്കെ ഉണ്ട്, ചെറുപ്പത്തിൽ പാടിയിട്ടുള്ള ചർച്ചില്. സെയിം ടൈം നെക്സ്റ്റ് സെന്റൻസ് എന്താ? നെക്സ്റ്റ് സെന്റൻസോടെ മനസ്സിലാക്കിയത് ഈ പ്രശ്നം തീർന്നു. ആ നിമിഷം മുതൽ അവളെ അവൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പൊ ഇത് യൂണിവേഴ്സൽ എല്ലാവർക്കും കൂടെ ഒരു അമ്മയായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു. അങ്ങനെ ആയിരുന്നു യോഹന്നാൻ ഗ്രഹിച്ചിരുന്നതെങ്കിൽ യോഹന്നാൻ കർത്താവിന്റെ അമ്മയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകില്ല, പോവോ? ഹ്യൂമാനിറ്റിക്ക് എല്ലാം കൂടി ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് യോഹന്നാനും പ്രത്യേകത ഒന്നുമില്ല. യോഹന്നാനും പത്രോസിനും അവിടെ യാക്കോബിനും എല്ലാവർക്കും ഒരുപോലെയുള്ള റിലേഷനേ ഉള്ളൂ. അല്ലെങ്കിൽ അന്ത്രയോസിനും തോമസിനും മത്തായിക്കും ഒക്കെ എല്ലാവർക്കും ഒരുപോലെയല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ എഴുതിയേക്കുവാണ് ആ നിമിഷം മുതൽ അവളെ അവൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പൊ ഈ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. ഇതും തിരുവഴുത്തിന്റെ പൂർത്തീകരണം നമുക്കറിയാവുന്ന കാര്യം. 69 സങ്കീർത്തനം. കാരണം ഈ 69 സങ്കീർത്തനം എല്ലാ സംശയത്തിനുള്ള ഉത്തര. കാരണം അല്ലെങ്കിൽ പറയും ഇവരെല്ലാം ജോസഫിന്റെ ആദ്യത്തെ കല്യാണത്തിലെ കേട്ടില്ലേ, ജോസഫിന്റെ ആദ്യത്തെ കല്യാണത്തിലെ മക്കളായിരുന്നു, അങ്ങനെ വീട്ടിലുണ്ടായിരുന്നതായിരുന്നു, അങ്ങനെയൊക്കെ പറയും. പക്ഷെ 69 സങ്കീർത്തനം അതിന്റെ 7 തുടങ്ങി വായിക്കുമ്പോ നോക്കും, ദൈവസന്നിധിയിൽ അയാൾ നിത്യം സിംഹാസനായി ആയിരിക്കട്ടെ. അനന്തര സ്നേഹവും 69 അല്ല 5 69ന്റെ 8 തുടങ്ങി വായിക്കുന്നത്. അതായത് ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതിന് മുമ്പായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന്, അതിന്റെ 9ാം സെന്റൻസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് യോഹന്നാനിൽ കോട്ട് ചെയ്തേക്കുന്നതാണ്. അതായത് നിന്റെ ആലയത്തെ കുറിച്ചുള്ള ശുഷ്കാന്തി എന്നെ വിഴുങ്ങിക്കളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദനങ്ങൾ എന്റെ മേൽ നിബന്ധിച്ചു. ഇത് രണ്ടും കർത്താവിനെ സംബന്ധിച്ച് ഉപവാസത്താൽ ഞാൻ സ്വയം താഴ്ത്തി, അത് എനിക്ക് അതിശയകരമായി തീർന്നു. അപ്പൊ ഇതൊരു മിശിഹ പ്രവചനത്തിന്റെ ഒരു പാർട്ടാണ്. നിന്റെ ആലയത്തെ കുറിച്ചുള്ള ശുഷ്കാന്തി എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അത് ജോൺ 2:14 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ദേവാലയത്തിൽ നിന്ന് അവരെയൊക്കെ അടിച്ചു പുറത്താക്കുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട് ഇവനെ കുറിച്ച് ഇത് എഴുതപ്പെട്ടിരുന്ന അവര് പിന്നീട് മനസ്സിലാക്കിയെന്ന്. എന്നാൽ 8ാം സെന്റൻസിൽ എന്റെ സഹോദരന്മാർക്ക് ഞാൻ ഒരു അപരിചിതനായി തീർന്നു. അപരിചിതനായി അടുത്ത സെന്റൻസ് എന്റെ അമ്മയുടെ പുത്രന്മാർക്ക് ഞാൻ പുത്രന്മാർക്ക് ഒരു അന്യനും. അതായത് മിശിഹായുടെ അമ്മ വീണ്ടും പ്രസവിച്ചില്ലെങ്കിൽ ഒരു മിശിഹ പ്രവചനം പൂർത്തിയാകാതെ വരും. അതായത് യേശുക്രിസ്തുവിന്റെ അമ്മ മറിയം വീണ്ടും പുത്രന്മാർക്കെന്ന് പറഞ്ഞേക്കുമ്പോ, അതായത് മറിയം
മിനിമം 3 times പ്രസവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ തിരുവഴുത്തുകൾ തെറ്റായി തീരും. അപ്പൊ എൻ്റെ അമ്മയുടെ പുത്രന്മാർക്ക് ഞാനൊരു അന്യനായി. അത് നിറവേറിയേക്കുന്നതാണ് നമ്മൾ ജോൺ ചാപ്റ്റർ 7 വായിക്കുന്നത്. അവന്റെ സഹോദരന്മാർ പോലും അതിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ ഇത് ഒരു അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അതായത് ഈ കത്തോലിക്ക സഭയിലെ മറിയം അല്ലെങ്കിൽ മാതാവ് ബൈബിളിലെ കർത്താവിന്റെ അമ്മയായിട്ടുള്ള മറിയം അല്ല എന്നുള്ളതിന്റെ ഇത് ആർക്കും ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൂഫാണ്. കാരണം എൻ്റെ അമ്മയുടെ സഹോദരന്മാർക്ക് തന്നെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ എനി എക്സ്പ്ലനേഷൻ യു ക്യാൻ ബ്രിങ്, ലൈക്ക് ഇപ്പോ ജോസഫിന്റെ 2ാം കെട്ടാന്നോ ആദ്യത്തെ കെട്ടാന്നോ ഒക്കെ വേണേൽ പറയാം. കാരണം യഹൂദര് പല കല്യാണങ്ങളൊക്കെ കഴിക്കുമായിരുന്നു, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദി സെയിം ടൈം ഇത് ആർക്കും ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സത്യമാണ് എൻ്റെ അമ്മയുടെ മക്കൾക്ക്. അതാ നമ്മൾ കാണുന്നത് ജോൺ ചാപ്റ്റർ 7. അവന്റെ സഹോദരന്മാർ പോലും അവരിൽ വിശ്വസിച്ചിരുന്നില്ല. കാരണം സഹോദരന്മാർ ഹോസ്റ്റയിൽ അതിൻ്റെ ഒരു നാച്ചുറൽ റീസണാണ് നമ്മൾ ചിന്തിച്ചത്. ഒരാൾ മാത്രം ഒരിക്കലും അപ്പൻ്റെ അമ്മയുടെയും വഴക്ക് കിട്ടുന്നില്ല, ബാക്കിയുള്ളവർക്ക് എപ്പോഴും വഴക്ക് കിട്ടുന്നു, അല്ല ഡിസൊബീഡിയൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതില് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് സുവിശേഷം. അതായത് 90% യോഹന്നാന്റെ സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസിൽ ഇല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന 90% ഓവർലാപ്പ് ഇല്ല മത്തായി, മർക്കോസ്, ലൂക്കോസുമായിട്ട്. നമുക്ക് യോഹന്നാൻ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് എഴുതിയിട്ടില്ല, കർത്താവിന്റെ ഈ ടെംപ്റ്റേഷനെ കുറിച്ച് എഴുതിയിട്ടില്ല, കർത്താവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് എഴുതിയിട്ടില്ല, ലോർഡ് സപ്പറിനെ കുറിച്ച് എഴുതിയിട്ടില്ല. ഇപ്പം നമ്മൾ ഈ എന്താ പറയുന്നത് കത്തോലിക്കരുടെ അല്ലെങ്കിൽ കത്തോലിക്കരെ മർത്തോമോ യാക്കോബൊക്കെ എടുത്തു, ഈ സഭകളൊക്കെ എടുത്താൽ അതിന് കുർബാന മാറ്റിയ പിന്നെ ഒന്നുമില്ല. ഉണ്ടോ? പുള്ളിയുടെ തൊണ്ട് വിളിക്കുന്ന പോലെയാണ്. ഇപ്പൊ കത്തോലിക്ക സഭയുടെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ അറിയാവുള്ളൂ. അത് കല്യാണത്തിന് കുർബാനയാ, ശവാടകന് കുർബാനയാ. അത് കുർബാന എന്നുള്ളത് മാറിയ പിന്നെ കത്തോലിക്ക സഭയില്ല. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം കാരണം നമ്മൾ യോഹന്നാന്റെ സുവിശേഷമാണ് പഠിക്കുന്നത്. അപ്പൊ കുർബാന ഉള്ള ഒരു പ്രസ്ഥാനം. കാരണം ലോർഡ് സപ്പർ അല്ല, അതായത് അതിനെ മാറ്റിയെടുത്തേക്കുന്ന ഈ കുർബാനയാക്കി മാറ്റിയേക്കുന്ന. കാരണം കുർബാനയെ കുറിച്ച് അങ്ങനെ ഒരു ബലി, അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച്, ഈവൻ ലോർഡ് സപ്പറിനെ കുറിച്ച് നമ്മളതിൽ ചിന്തിക്കേണ്ട കാര്യം എന്താ? യോഹന്നാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്. ഇത് വായിച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ. അപ്പൊ ഈ രക്ഷിക്കപ്പെടേണ്ട കാര്യമായിട്ടുള്ള ബന്ധത്തില് ലോർഡ് സപ്പറിന് ഒരു പ്രസക്തി ഇല്ല എന്നുള്ള കാര്യം അടിസ്ഥാനമായിട്ട് നമ്മൾ ക്രിസ്ത്യൻ ഡോക്ടറിനായിട്ട് മനസ്സിലാക്കി. കാരണം യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ രക്ഷിക്കപ്പെടും ഒരാൾ. അതിനകത്ത് ലോർഡ് സപ്പർ മെൻഷൻഡ് അല്ല, കർത്താവിന്റെ സ്നാനം മെൻഷൻഡ് അല്ല. ചിന്തിക്കണം, നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളായത്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിന്റെ സ്നാനമുണ്ട്, ലൂക്കോസിൻ്റെ ഇതിലുണ്ട്, അല്ലേ? ലൂക്കോസിൻ്റെ ഇതിലുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. എന്നാൽ ഇതിനകത്ത് കർത്താവിന്റെ സ്നാനം ഇല്ല, ലോർഡ് സപ്പർ ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്നാനപ്പെട്ടാലേ രക്ഷിക്കപ്പെടും എന്നുള്ള ടീച്ചിങ് കൊണ്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് ഈ ഓവർലാപ്പ് ചെയ്യാതെ ഇതിനെ അനന്യമാക്കി മാറ്റി നിർത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട. കാരണം ഇതിനകത്ത് മാത്രമേ നമ്മൾ ബാക്കിയുള്ള സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഇടയ്ക്കൊരു സംശയം വന്നിട്ടുണ്ട്. കർത്താവ് പറയും, നീ എന്തുകൊണ്ട് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നു? ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ലല്ലോ. അപ്പൊ എനിക്ക് സംശയം വന്നിട്ടുണ്ട്, എന്താ കർത്താവ്? അപ്പം നമ്മൾ കർത്താവിന് ദൈവം എന്നാണല്ലോ വിശ്വസിക്കുന്നത്, കർത്താവ് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് വായിച്ചിട്ട് നമുക്ക് യേശു ക്രിസ്തു ദൈവമാണെന്ന് അങ്ങ് സമർത്ഥിക്കാൻ ഇത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഉണ്ട്. അതായത് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നുള്ള വായിക്കും ഐശയിലെ പ്രവചനമൊക്കെ എടുക്കാൻ പോകേണ്ടി വരും. പുത്രനായ മിശിഹ, അതിന് കർത്താവ് ഉത്തരം കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ട. നമ്മൾ ചിന്തിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിന്റെ യുണീക്ക്നെസ്. കാരണം വേറെ ആരും എഴുതിയില്ല, മത്തായി എഴുതിയില്ല, മർക്കോസ് എഴുതിയില്ല, ലൂക്കോസ് എഴുതിയില്ല, ഇത് വായിച്ച ആൾക്കാർ രക്ഷിക്കപ്പെടാനൊന്നും എഴുതിയിട്ടില്ല. വേറെ യോഹന്നാൻ എഴുതി, ഇത് വായിച്ച് ഇത് വിശ്വസിച്ചാൽ ഒരു മനുഷ്യൻ ജീവൻ പ്രാപിക്കും. ഇത് യഹൂദർക്കുള്ള ലെറ്റർ അല്ല, ഇത് ജാതികൾക്കുള്ളതല്ല. ഇറ്റ് ഈസ് എ ലെറ്റർ ടു ദി മീൻസ് വേൾഡ്, മനുഷ്യവർഗത്തിനുള്ള ഒരു ലെറ്ററാണ്. അപ്പൊ ഇതില് ലെറ്റസ് കം ബാക്ക് ടു എന്താ പറയുക, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യം നമ്മൾ മുഖവരിയായിട്ട് ചിന്തിച്ചതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, യോഹന്നാൻ ലോർഡ് സപ്പർ എഴുതിയില്ല, കർത്താവിന്റെ സ്നാനം എഴുതിയില്ല. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ 90% ഇതിൽ എന്നെ സർപ്രൈസ് ചെയ്യിച്ചിട്ടുള്ളൊരു കാര്യം ഇപ്പോഴും മീൻസ് അതിന് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷൻ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇത്തിരി മാനുഷികമായിട്ട് ചിന്തിച്ചാൽ
ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. അതായത് ലാസറിനെ ഉയർപ്പിച്ച സംഭവം മത്തായി, മർക്കോസും ലൂക്കോസും എഴുതിയിട്ടില്ല. കാരണം അതൊരു വലിയൊരു മേജർ സംഭവമായിട്ടല്ലേ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് അവരെഴുതിയില്ല എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ അതിന് ഞാൻ മാനുഷികമായിട്ട് മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം, 3 പേരെ ഉയർപ്പിച്ച കാര്യം കർത്താവ് എഴുതിയിട്ടുള്ളെങ്കിലും കർത്താവ് പലരെ ഉയർപ്പിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഈ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് ചോദിക്കുന്നില്ലേ, നീ തന്നെയാണോ വരാനിരിക്കുന്നത്, അതേ മറ്റൊരാളെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പൊ കർത്താവ് കൊടുക്കുന്ന ആൻസറിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്ന മാത്യു ചാപ്റ്റർ 11 എടുക്കുമ്പോൾ, പിന്നെ യോഹന്നാൻ ഇത് ഈ സെലക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എഴുതിയിരിക്കുന്നത്. കാരണം ദി പോയിന്റ്സ് വാട്ട് ഹി വാണ്ടഡ് ടു പ്രൂവ്. മാത്യു ചാപ്റ്റർ 11 എടുക്കുമ്പോൾ വായിക്കുമ്പോ 1 to 6 വായിക്കുമ്പോ, തന്റെ 12 ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം യേശു അവരുടെ നഗരങ്ങളിൽ പ്രസംഗിക്കാനും പഠിപ്പിക്കാനുമായി പുറപ്പെട്ടു. കാരാഗൃഹത്തിലായിരിക്കെ യോഹന്നാൻ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ പറ്റി കേട്ട് അവന്റെ അടുക്കിലേക്ക് തന്റെ ശിഷ്യന്മാരെ അയച്ചു ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണമോ? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും യോഹന്നാന്റെ അടുക്കൽ ചെന്ന് അറിയിക്കുക. അന്ധർ കാഴ്ച നേടുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾക്ക് ശുദ്ധി വരുന്നു, ദരിദ്രർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അപ്പൊ കർത്താവോട് പറഞ്ഞ ലിസ്റ്റില് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. അത് മേ ബി പലരെയും കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ടാകും. അത് എന്തെങ്കിലും ആട്ടെ, അതല്ല നമ്മൾ ചിന്തിച്ചത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തില് യോഹന്നാൻ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ചില കർത്താവിന്റെ ലൈഫിലെ ഇൻസിഡൻസ് എടുത്തിട്ടുള്ളൂ. ജോൺ 2:11 വായിക്കുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ചില യുണീക്നെസ്സും ബേസിക് തിങ്സും നമ്മളൊന്ന് മനസ്സിലാക്കണം. 2:11 ഇംഗ്ലീഷിൽ വായിക്കുമ്പോ ഒന്ന് വായിച്ചു. 2:11 ഇങ്ങനെ യേശു ഗലീലയിലെ കാനായിൽ വെച്ച് അടയാളങ്ങൾക്ക് ആരംഭമിട്ടു. അതെ, ദിസ് ബിഗിനിങ് ഓഫ് സയൻസ് ജീസസ് ഡിഡ് ഇൻ കാന ഓഫ് ഗലീലി. നമുക്കറിയാം കാനായിൽ വെള്ളം വീഞ്ഞാക്കിയതാ. അപ്പൊ ഈ കർത്താവല്ല യോഹന്നാൻ ഈ സയൻസ് ആയിട്ടുള്ള മിറക്കിൾസ് മാത്രമേ, അതായത് ദിസ് വാസ് ദി ബിഗിനിങ് ഓഫ് ദി സയൻസ് ആണ്. കാനായിൽ വെള്ളം വീഞ്ഞാക്കി വേറെ ആരും എഴുതിയില്ല. വേറെ എത്ര പേര് എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോ എല്ലാം പറയും. ആരൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചാല് എല്ലാവരും പറയും, പക്ഷെ യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇതില് നമുക്ക് അത് യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈവൻ ദോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് മിറക്കിൾ, യേശു കർത്താവിന്റെ ആദ്യത്തെ മിറക്കിളാന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ യോഹന്നാൻ ഏതൊക്കെയാ പിക്കപ്പ് ചെയ്ത് ഏതൊക്കെയാ? അല്ല, ഇമ്പോർട്ടന്റ് എന്നുള്ളതല്ല, സയൻസ് ആണ്. അപ്പൊ യോഹന്നാൻ ഇങ്ങോട്ട് പിക്കപ്പ് ചെയ്ത യോഹന്നാൻ പറഞ്ഞു, ഇതുകൂടെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്തു, അതെല്ലാം എഴുതാനായിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തില്ല. പക്ഷെ ഈ എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി അതില് വിശ്വസിച്ച് 100 times ബിലീവ്, ജീവൻ പ്രാപിക്കാൻ. അപ്പൊ ഇതിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളായി. ഈ ലാസറിൻ്റെത് വേറെ ആരും എഴുതിയില്ല. എന്നിട്ട് അവിടെ എന്തിന്റെ സൈനാ അവിടെ പഠിപ്പിക്കുന്നത്? I am the resurrection and life. I am the resurrection and life. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേർക്കൊക്കെ ഭക്ഷണം കൊടുത്തു, എല്ലാവരും കൊടുത്തു. പക്ഷെ യോഹന്നാൻ അത് എഴുതി. എന്നിട്ട് പറഞ്ഞു, പൂർവ്വപിതാക്കന്മാർ മന്ന കഴിച്ചു, അത് തിന്നവർ മരിച്ചുപോയി. ബട്ട് I am the bread of life. അത് യോഹന്നാൻ എടുത്ത് കാണിച്ചു. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട, യോഹന്നാൻ എഴുതിയേക്കുന്ന ആ സംഭവങ്ങള് വെറുതെ എഴുതിയേക്കുന്നല്ല, ഒത്തിരി എഴുതാനായി യോഹന്നാൻ പറയുന്നത് എഴുതാൻ പോയിട്ടുണ്ട് ഈ ലോകം മുഴുവൻ തികയില്ല. കാരണം 3.5 വർഷത്തെ കർത്താവിന്റെ ലൈഫിനെ കുറിച്ച്, കർത്താവുമായിട്ട് യോഹന്നാനുള്ള എൻകൗണ്ടറിനെ കുറിച്ച് എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ യോഹന്നാന്റെ ലൈഫ് ടൈം ഇത് മുഴുവൻ എഴുതിയാലും ഇത് എഴുതിയാൽ തീരത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു ഓൺലി സയൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയേക്കുന്ന ഓരോന്നിന്നും ഓരോ പോയിന്റ്സ് അവിടെ പഠിപ്പിക്കുന്നു. I am the bread of life. മന്ന തിന്നവരെല്ലാം മരിച്ചുപോയി, പക്ഷെ എന്നെ തിന്നുന്നവർ, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള ഇതിൽ വരുന്നവര് മരിക്കില്ല. ദെൻ സമറിയക്കാരി സ്ത്രീയുടെ വേറെ ആരെങ്കിലും എഴുതിയോ? വേറെ ആരും എഴുതിയില്ല. അപ്പൊ സമറിയക്കാരി സ്ത്രീയുടെ എഴുതി. അതായത് ഇങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. സത്യ ആരാധകർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആത്മാവിലും. നമ്മൾ ചിന്തിച്ചതാ നമുക്ക് അതിനെ കുറിച്ചുള്ള ഓർക്കുന്നു. സ്പിരിറ്റ്, ഏത് സ്പിരിറ്റാ?
നമ്മുടെ സ്പിരിറ്റ് നോക്ക്, അതിനെക്കുറിച്ച് നോക്ക്. നമുക്ക് ഇനി ആത്മാവിൽ ആരാധിക്കാന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞ് അത് അവിടെയാണ് നമ്മൾ ബൈബിൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നത്. നോക്ക്, ഈ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ഗോളത്തിലെ 90% ആൾക്കാരും അത് പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങൾക്ക് എന്തെങ്കിലും അതിലുണ്ടോ? ഇല്ല. ഗോൺ അവേ ഫ്രം ദി ട്രൂത്ത് ഓഫ് ദി ബൈബിൾ, അല്ലെങ്കിൽ ബൈബിളിലെ സത്യങ്ങളിൽ നിന്ന് പോയേക്കുക. അതായത് ദൈവം ആത്മാവാകുന്നു, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എസ് സ്പിരിറ്റ്. ബട്ട് സത്യ ആരാധകർ ദൈവത്തെ ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്, നമ്മുടെ സ്പിരിറ്റ് കർത്താവുമായി ചേരുന്നവൻ അവനുമായി കർത്താവുമായിട്ട് ആത്മാവിൽ ഒന്നായിത്തീരുന്നു. എന്നാലോചിച്ചു ഇപ്പോൾ ഈ അതിനെക്കുറിച്ച് എത്രത്തോളം ഈവിൾ ടീച്ചിങ് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ കത്തോലിക്കരോട് കുർബാന തെറ്റാന്ന് പറഞ്ഞാൽ കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം കുർബാന ഇല്ലാതെ ഒന്നുമില്ല, പോപ്പും ഇല്ല, ഒരു സിസ്റ്റം ഇല്ല, പൗരോഹിത്യം ഇല്ല. അത്രത്തോളം ഈവിൾ ആയിട്ട് മാറിയിട്ടുണ്ട് പെന്തിക്കോസുകാർക്ക് ആരാധന എന്നുള്ള ആരാധന എന്നുള്ള ടെർമിനോളജി. അതായത് പെന്തിക്കോസുകാർക്ക് ആരാധന എങ്ങനെയാണോ കത്തോലിക്കർക്ക് കുർബാന എങ്ങനെയാണ്. കാരണം ആരാധന എന്ന് പറയുന്നത് നമുക്ക് ന്യൂ ടെസ്റ്റാമെന്റിൽ ആരാധന എന്ന് പറയുന്നത് ഒരു ചടങ്ങല്ല, ഒരു 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 പ്രത്യേക സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല. പൗലോസ് പറഞ്ഞു, അതായത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള ആരാധനയായിട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അല്ലെ ജീവനാണ് ആരാധന ന്യൂ ടെസ്റ്റാമെന്റിൽ. കത്തോലിക്കരുടെ ഇടയിൽ എത്രത്തോളം കുർബാന ഈവിള് കയറിയിട്ടുണ്ടോ അത്രത്തോളം തെറ്റായിട്ടാണ് പെന്തിക്കോസുകാര് ദൈവാരാധനയെ കുറിച്ച് മനസ്സിലാക്കി. രണ്ട് കൂട്ടരുടെ കയ്യിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഈ പെന്തിക്കോസുകാര് എന്താ പറയുന്നത്, ആൾക്കാരെ കീഴടക്കുന്നതിൽ സക്സീഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സത്യം എന്ന് പറയാനായിട്ട്. പക്ഷെ കത്തോലിക്കരും മിസറബിളി ഫെയിൽഡ് ആയി കാര്യത്തിൽ. ഇത്ര ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം ആരിപ്പോ എത്ര എന്തൊക്കെ പറഞ്ഞാലും അല്ല, അവര് വിജയിച്ചെന്ന് പറഞ്ഞാൽ അവര് ഒരു കത്തോലിക്കിനോട് വിളിച്ച് ചോദിച്ചു, നീ സ്വർഗത്തിൽ പോകുന്നു ചോദിച്ചു. ഐ ഹാവ് ഇനഫ് എൻകൗണ്ടർ. അപ്പൊ ആരും പറയില്ല സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരില്ല. ഒരു കത്തോലിക്കനും പറയില്ല ഞാൻ രക്ഷിക്കപ്പെടുക എന്നുള്ള വേർഡ് പോലും ഇല്ലാത്തൊരു സഭയാണ്. ഉണ്ടോ? ഏതെങ്കിലും കത്തോലിക്കൻ പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവര് നിരുപദ്രവകാരികളാണ് കത്തോലിക്കർ, ഹാംലെസ് പീപ്പിളാണ്. ഈ എന്താ പറയുന്നത്, മൂർഖമ്പാമ്പിന്റെ വിഷപ്പല്ല് പറിച്ചു കളഞ്ഞാൽ മൂർഖമ്പാമ്പിനെ കൊണ്ട് ഒരു ഉപദ്രവമില്ല എന്ന് പറഞ്ഞേക്കുന്ന പോലെ കത്തോലിക്കർ ഹാംലെസ് പീപ്പിളാണ്. അവര് കർത്താവെ എന്ന് വിളിച്ച് സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞിരിക്കുന്നവരല്ല. അതേസമയം നമ്മൾ വായിക്കുന്നത് എന്താ, മാത്യു ചാപ്റ്റർ 5, 6, 7 വായിക്കുന്നത് കർത്താവെ എന്ന് വിളിക്കുന്നവര് ഉപയോഗിക്കുന്ന വേറൊരു ടെർമിനോളജിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് അല്ലേ. കർത്താവ് പറഞ്ഞു ഈ മെനി വിൽ ഗോയിങ് ടു പെറിഷ് ആൻഡ് ഫ്യൂ ഓൺലി വിൽ ബി സേവ്ഡ്. അപ്പൊ നമുക്ക് ആരാധനയെ കുറിച്ച് ന്യൂ ടെസ്റ്റാമെന്റിൽ അവർ ആരാധിക്കാൻ വേണ്ടി കൂടി വന്നെന്ന് ഒരിക്കലും എഴുതാത്തതിന്റെ റീസൺ ഇറ്റ്സ് ഔട്ട് ഓഫ് സ്ക്രിപ്ചറാണ്. കാരണം യഹൂദര് ആരാധിക്കാൻ വേണ്ടി ജെറുസലേമിൽ പോകുമായിരുന്നു. കർത്താവ് പറഞ്ഞു ഇന്ന് ആരാധിക്കാൻ വേണ്ടി അങ്ങോട്ടും പോണ്ട ഇങ്ങോട്ടും പോണ്ട, ജെറുസലേമിലേക്കും പോണ്ട, സത്യ ആരാധകർ ഹൃദയത്തിൽ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആത്മാവിലും, ഇന്റേണല്ല. ഇന്നൊരു ദേവാലയം ഇല്ല. ഇന്ന് ലോകത്തിൽ ദേവാലയം എന്ന് പറയപ്പെടാനായിട്ടുള്ള ഒരു സ്ഥലം ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയം മാത്രമേ ദേവാലയമുള്ളൂ. ഒരു വിശുദ്ധ സ്ഥലം എന്ന് പറയാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയം മാത്രമേ വിശുദ്ധ സ്ഥലമുള്ളൂ. എന്നാൽ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ രക്ഷിക്കപ്പെട്ടവരെ എടുക്ക്, രക്ഷിക്കപ്പെടാത്തവരെ എടുക്ക്, വിശുദ്ധ സ്ഥലം കാണാൻ പോകത്തില്ലേ? വിശുദ്ധ സ്ഥലത്തിന് ന്യൂ ടെസ്റ്റാമെന്റിൽ ഇട്ടിരിക്കുന്ന പേരെന്താ പോകും? അതാ ഓൾഡ് ടെസ്റ്റാമെന്റിൽ വിശുദ്ധ സ്ഥലം, യഹൂദർക്ക് ജെറുസലേം വിശുദ്ധ സ്ഥലമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ആ സ്ഥലത്തിന് എഴുതിയേക്കുന്ന പേരെന്താ ലിസി ചോദിക്കുമ്പോൾ 2 ലിസിമാരുണ്ട് ചോദിക്കാൻ ആൻസർ പേരിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ല പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ ബാബു, ജെറുസലേമിന് പുതിയ നിയമത്തിൽ എഴുതിയേക്കുന്ന പേരെന്താ ശരി? ഈ പുതിയ നിയമത്തിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നതിന് ഒരു എക്സ്ക്യൂസ് ഇല്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്താ ശരി പുതിയ നിയമത്തിൽ ജെറുസലേമിന് എഴുതിയേക്കുന്ന പേര്? കർത്താവിന് എന്താ ചെയ്യും അറിയില്ല. ഇതൊക്കെ ഞാൻ പലവട്ടം ഇവിടെ പറയാറില്ല. എന്താ പോൾ പുതിയ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നത് എന്താ റീസ്? സോദോം ഗൊമോറ എന്ന് എഴുതിയിരിക്കുന്നത് റെവലേഷൻ, അതായത് കർത്താവിനെ കുറിച്ച് ചാപ്റ്റർ മേ ബി 13 ആണ് ഈ ഫോൺ 11 റെവലേഷൻ 11. അപ്പൊ നമുക്ക് അപ്പൊ വിശുദ്ധ സ്ഥലത്തേക്ക് പോവുക എന്നുള്ള അത് മാറ്റിയിട്ട് 11:8 ഒന്ന് വായിച്ചു. ഇതൊക്കെ നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. കാരണം ഈ വിശുദ്ധ സ്ഥലത്തേക്കുള്ള തീർത്ഥാടനം ഇപ്പൊ നമ്മളൊരു അവസരം കിട്ടിയാൽ പോകാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരുമാണ്. അപ്പൊ വിശുദ്ധ സ്ഥലത്തേക്ക് പോകണം എന്നല്ല പറയേണ്ടത്, സോദോം ഗൊമോറ കാണാൻ പോവാന്നാ പറയേണ്ടത്. വായിച്ചപ്പോ തങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ചതും സോദോം
എന്നും ഈജിപ്ത് എന്നും രൂപകാർത്ഥത്തിൽ വിളിക്കപ്പെടുന്നതുമായ മഹാനഗരത്തിന്റെ തെരുവിൽ അവരുടെ മൃതദേഹങ്ങൾ കിടക്കും. അതായത് മഹാനഗരം ജെറുസലേം യഹൂദരെ സംബന്ധിച്ച് അത് മഹാനഗരമായിരുന്നു, വിശുദ്ധ സ്ഥലമായിരുന്നു, അവിടെ ദേവാലയം ഉണ്ടായിരുന്നു, എല്ലാം ഭയങ്കര ഇതായിരുന്നു. എന്നാല് പുതിയ നിയമത്തിൽ എഴുതിയേക്കാണ് എന്തൊക്കെയാണ് ഇട്ടേക്കുന്ന പേര്. ഒന്ന് ഈജിപ്റ്റ്, കാരണം ഈജിപ്റ്റ്, സോദോം ഗൊമോറ, അതായത് പാപം നിറഞ്ഞൊരു സ്ഥലം, കർത്താവിന് ഒരു പ്രസക്തി ഇല്ലാത്ത സ്ഥലം, വിഗ്രഹങ്ങളെ കൊണ്ട് ആ കർത്താവിന്റെ എന്ന് പറയുന്ന സ്ഥലങ്ങൾ, കർത്താവിന് ക്രൂശ സ്ഥലം എന്ന് പറയുന്നത് ജെറുസലേം ആണല്ലോ, നമുക്കറിയാം, അതിനോട് ചുറ്റിപ്പറ്റി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇന്ന് വിശുദ്ധ സ്ഥലം എന്നൊരു സ്ഥലമില്ല. ഇന്ന് വിശുദ്ധ സ്ഥലം ഉള്ളത് വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരുടെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കപ്പെടുന്നവരുടെ ഹൃദയം മാത്രമേ ഇന്ന് വിശുദ്ധ സ്ഥലമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കാത്തിരിക്കുന്നത് ഇവിടെ യഹൂദരുടെ ക്യാപിറ്റലായിട്ടുള്ള ജെറുസലേമാണോ അതേ പുതിയ ജെറുസലേമാണോ? നമുക്കുള്ളത് പുതിയ ജെറുസലേം, ഈ ജെറുസലേം അല്ല. കാണാൻ പോകുന്നൊരു പോട്ടെ, പോകാതിരിക്കട്ടെ. എന്താ പറയുക, നമുക്ക് കർത്താവ് ജീവിച്ച സ്ഥലം കാണാൻ ജഡത്തിനൊരു ആഗ്രഹം തോന്നിയാലും വി ഷുഡ് കം ടു ദി സെൻസസ്. നമ്മളത് പോവുക വഴി നമ്മുടെ ക്രിസ്ത്യാനിറ്റിനെ വി ആർ ഡിസെൻഡിങ് ടു ദി ലെവൽ ഓഫ് കാത്തലിക് ഫെയ്ത്ത് ഓർ ഹിന്ദു ഫെയ്ത്ത്. ഹിന്ദുക്കൾ ശബരിമലയ്ക്ക് പോകും, ശബരിമലയ്ക്ക് പോകുന്നതും ജെറുസലേം കാണാൻ പോകുന്നതായിട്ട് അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. എൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ട ഒരാൾ, അല്ലെ എന്നെ വിശ്വാസത്തിലോട് നടത്താനായിട്ട് സഹായിച്ച ഒരാൾ ഒരു തവണ വേറെ സ്റ്റേറ്റുകാരനാണ്, തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ ഈ കേരളത്തിൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ അങ്ങനെ ഏറ്റവും വലിയൊരു ആഗ്രഹം ശബരിമലയ്ക്ക് പോകണം. ഇത് ശബരിമലയോടുള്ള വിശുദ്ധി കൊണ്ടല്ല, ഇത്രയും വിഗ്രഹാരാധന സെന്റർ, ഇത്രയും പിശാച് കൊടിമൂത്തിരിക്കുന്ന ഒരു സ്ഥലം, അതൊന്ന് കാണാനുള്ള ഒരു ആഗ്രഹം അങ്ങനെ തോന്നി. എന്തായാലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒഴിവായി. സെയിം വേ അതുപോലെ ഒരു തീർത്ഥാടന കേന്ദ്ര ജെറുസലേം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു വന്ന അതൊന്നുമല്ല. മീൻസ് ഈ അതായത് കർത്താവിന്റെ ആ ജീവിതത്തിലെ ആ യൂണീക്നെസ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ലെറ്റ് us come back to ജോൺ ചാപ്റ്റർ 1 വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ യൂണീക്നെസ് നമ്മൾ ചിന്തിച്ച്, സമറിയക്കാരി സ്ത്രീയുടെ കാര്യം വേറെ ആരും എഴുതിയിട്ടില്ല. ദെൻ പിന്നെന്താ, ഈ ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ പുത്രൻ എന്ന് പറയുന്നത് വേറെ ആരും എഴുതിയിട്ടില്ല. ദെൻ ഈ കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തിയ കാര്യം വേറെ ആരും എഴുതി. വളരെ ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ കാര്യങ്ങളില്ല. സക്രിയ പ്രവചനം അത് വേറെ ആരും എഴുതിയിട്ടില്ല. അല്ല, അത് തന്നെയല്ലോ സക്രിയ പ്രവചനം ഇദ്ദേഹം പറഞ്ഞേക്കുന്നല്ലേ, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനിലേക്ക് യഹൂദർ മാനസാന്തരപ്പെടുന്ന കാര്യം. ദെൻ അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചാൽ യേശു ക്രിസ്തുവിനെ ദൈവം ഒന്ന് പുട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് നമുക്ക് അല്പം പോലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വേർഡ് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് വായിക്കോ, ജോൺ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ദൈവമായിരുന്നു ആ വചനം. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. എല്ലാം അവൻ വഴി ഉണ്ടായി, ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിലായിരുന്നു ജീവൻ, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, യഹൂദരെ സംബന്ധിച്ച് ഇത് യഹൂദർക്ക് മാത്രമുള്ള ഒരു ലെറ്റർ ആണോ? അല്ല, ഇറ്റ് ഈസ് ഓപ്പൺ ടു ദി വേൾഡ്. മെയിൻലി അന്നത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കറിയാം റോമാക്കാരുണ്ട്, ഗ്രീക്കുകാരുണ്ട്. ഗ്രീക്കുകാർ പണ്ഡിതന്മാരും അവർക്ക് ദൈവത്തെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ഒത്തിരി കൺസെപ്റ്റ് ഉള്ള വലിയ ആൾക്കാരാണ് ഗ്രീക്ക് പണ്ഡിതന്മാർ. അപ്പൊ ഇതിനകത്ത് യോഹന്നാന് പുട്ട് ഫോർവേഡ് ചെയ്യേണ്ട കാര്യം, അതായത് ഓൾഡ് ടെസ്റ്റാമെന്റില് ദൈവത്തിന് കൊടുത്തിരുന്ന ആട്രിബ്യൂട്ട്സ് എല്ലാം ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഓൾഡ് ടെസ്റ്റാമെന്റില് യഹോവയ്ക്ക് ഇടയൻ ഷെപ്പേർഡ് എന്നുണ്ട്. Psalm 80:1 ജസ്റ്റ് ഒന്ന് വായിക്കുന്നല്ല, ഒന്ന് വായിക്കും. Psalm 80:1 23 ഉണ്ട്, യഹോവന്റെ ഇടയനാകുന്നുണ്ട്. Then 80:1 ഇസ്രായേലിന്റെ ഇടയനായവനെ, അതെ, ഇസ്രായേലിന്റെ ഇടയനായവനെ, യുവസ് ദി ഷെപ്പേർഡ്. യഹോവന്റെ ഇടയൻ പല സ്ഥലത്തുണ്ട്, ഞാൻ ഓരോന്ന് മാത്രം എടുത്തേക്കുന്ന കാരണം നമുക്കൊരു സപ്പോർട്ടിങ് സ്ക്രിപ്ചറിന് വേണ്ടിയിട്ട്. ദെൻ കർത്താവ് പറഞ്ഞു, ജോൺ 10:11 പറഞ്ഞു, ഐ ആം ദി ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഐ ആം ദി ഷെപ്പേർഡ്. ഓൾഡ് ടെസ്റ്റാമെന്റിൽ ത്രൂ ഔട്ട്. അപ്പൊ ഓൾഡ് ടെസ്റ്റാമെന്റില് യഹോവയ്ക്ക് കൊടുത്തിരുന്ന ആട്രിബ്യൂട്ട്സ് ഇവിടെ ന്യൂ ടെസ്റ്റാമെന്റിൽ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഈസ് ഗിവൺ ടു. നമ്മൾ ആദ്യം ചിന്തിച്ചാലും മറക്കരുത്, യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയാലേ രക്ഷപ്പെടത്തുള്ളൂ. ഈ ലോകത്തില് നൂറുകണക്കിന് യേശുക്രിസ്തുമാരുണ്ട്, ഓരോ സഭക്കാർക്ക് ഓരോ യേശുക്രിസ്തു ഉണ്ട്. ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈവൻ ഇറ്റ് ഈസ് ഡിഫറിങ് ഇൻ വൺ ആട്രിബ്യൂട്ട്, ഇറ്റ്സ് എ ഡിഫറെന്റ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഷെപ്പേർഡ് എന്നുള്ള കാര്യം
ഓൾഡ് ടെസ്റ്റമെന്റിൽ യഹോവയ്ക്ക് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ന്യൂ ടെസ്റ്റമെന്റിൽ കർത്താവിന് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ജഡ്ജ്, വിധിയാളൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമുണ്ട്. അബ്രാഹം ദൈവത്തോട് പറയുന്നില്ലേ, അതായത് ലോകത്തിന്റെ മുഴുവൻ വിധിയാളനായിട്ടുള്ളവൻ നീതി നടത്താതിരിക്കുമോ? ജെനിസിസ് 18:25 വായിക്കുമ്പോൾ ഭാവം വായിക്കും. അറിയാവുന്ന സ്ഥലം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുള്ളതാണ്. അത് ആ സോദോം ഗൊമോറ നശിപ്പിക്കുന്നതായിട്ടുള്ള ബന്ധത്തിലാണ്. ജെനിസിസ് 18:25 ദുഷ്ടന്മാരോടുകൂടെ ശിഷ്ടന്മാരെ സംഹരിക്കുന്നത് ദുഷ്ടന്മാരുടെ അനുഭവം ശിഷ്ടന്മാർക്കും വരുത്തുന്നത് നിനക്കൊട്ടും ചേർന്നതല്ല, അത് നിനക്ക് തീരെ ചേർന്നതല്ല. ഭൂമിയൊക്കെയുടെയും വിധികർത്താവായവൻ നീതി ചെയ്യാതിരിക്കാമോ? ചെയ്യാതിരിക്കാമോ? അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ലോകം മുഴുവന്റെയും വിധികർത്താവായവൻ എന്ന് പറഞ്ഞേക്കുന്നത് അത് ഓൾഡ് ടെസ്റ്റമെന്റിലെ ദൈവമാണ്. ഇവിടെ നമ്മൾ ന്യൂ ടെസ്റ്റമെന്റ് വരുമ്പോൾ പൗലോസ് ഏതൻസി പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് ലോകത്തെ മുഴുവൻ വിധിക്കാൻ 17:31 like 17:31 അതായത് ലോകത്തിന്റെ മുഴുവൻ വിധികർത്താവായിരിക്കുന്നവൻ ദൈവമാണ്. കർത്താവ് പറയുന്നുണ്ട് വിധി മുഴുവൻ പിതാവ് പുത്രനെ, കാരണം മനുഷ്യപുത്രനായിരിക്കാൻ വിധി മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നു. Then 17:31 താൻ നിയോഗിച്ച ഒരു മനുഷ്യൻ മുഖാന്തരം ലോകത്തെ നീതിപൂർവ്വം വിധിക്കാൻ അവൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ ആര് മുഖാന്തരം വിധി? അത് കർത്താവിനെ കുറിച്ചാണ്. അവിടെ ആ മനുഷ്യാവതാരമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരു മനുഷ്യൻ മുഖാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. Then 2 Timothy 4:1 വായിക്കുമ്പോൾ അത് ഇച്ചിരിയോടെ സപ്പോർട്ടിംഗ് ആണ്. 2 Timothy, കാരണം അവിടെ നമുക്ക് പിന്നെ ഒരു സംശയം, ഒരു മനുഷ്യ മുഖാന്തരം എന്നൊക്കെ പറയുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മതി. 2 Timothy 4:1 ദൈവത്തിന്റെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെയും സാന്നിധ്യത്തിൽ. അതെ, മതി. നമ്മളത് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ ആരാ? ക്രിസ്തു യേശുവാണ്. അപ്പോ ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മൾ അബ്രാഹം പറഞ്ഞു ലോകത്തിന്റെ മുഴുവൻ വിധികർത്താവായിരിക്കുന്നവൻ യഹോവയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. ന്യൂ ടെസ്റ്റമെന്റിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ജീവിക്കുന്നവരെയും മരിച്ചവരുടെയും വിധികർത്താവായിരിക്കാൻ. ദെൻ ദി ഹോളി വൺ ഓഫ് ഇസ്രായേൽ, ഹോളി വൺ എന്നുള്ള ആട്രിബ്യൂട്ട് ഓൾഡ് ടെസ്റ്റമെന്റിൽ പല സ്ഥലത്തുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം മാത്രം 2 Kings 19:22 വായിക്കുമ്പോൾ 2 Kings 19:22 വായിക്കുമ്പോൾ ആരെയാണ് നീ പരിഹസിച്ചത്, ആക്ഷേപിച്ചത്? ആർക്കെതിരെയാണ് നീ സ്വരം ഉയർത്തിയത്, അഹന്തയോടെ ദൃഷ്ടി ഉയർത്തിയത്? ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായി തന്നെ. And lifted up your eyes on high against the Holy One of Israel. Against the Holy One of Israel എന്ന് യഹോവയെ കുറിച്ച് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ജോബിന്റെ പുസ്തകത്തിലുണ്ട്, ജോബ് 6:10 ഓരോന്നും വിധം എടുത്താൽ മതി നമുക്ക്. ദെൻ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ Acts 2:27 വായിക്കും. Acts 2:27 പത്രോസിന്റെ പ്രസംഗം. എന്റെ ആത്മാവിനെ നീ പാതാളത്തിലേക്ക് തള്ളിക്കളയുകയില്ല, നിന്റെ പരിശുദ്ധൻ അഴുകിപ്പോകാൻ നീ അനുവദിക്കുകയുമില്ല. അതെ, നിന്റെ പരിശുദ്ധൻ അല്ലെങ്കിൽ ദി ഹോളി വൺ ഓഫ് ഇസ്രായേൽ അല്ലെങ്കിൽ ആ യഹോവയ്ക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ കൊടുത്തിരിക്കുന്ന ആ സെയിം ആട്രിബ്യൂട്ട് ആണ് നിന്റെ പരിശുദ്ധൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ 3:14 പരിശുദ്ധനും നീതിമാനുമായവനെ നിരാകരിച്ചിട്ട് ഒരു കൊലയാളിയെ വിട്ടുകിട്ടണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. But you denied the Holy One and the just and asked for a murderer to be granted to you. അപ്പൊ ഈ ഹോളി വൺ എന്നുള്ള ആട്രിബ്യൂട്ട് ഓൾഡ് ടെസ്റ്റമെന്റിൽ യഹോവയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ന്യൂ ടെസ്റ്റമെന്റിൽ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കറിയാവുന്നതാണ് I am the first and the last and I am the Alpha and the Omega. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഈ റെവലേഷൻ എടുക്കുമ്പോൾ അത് പിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് റെവലേഷൻ 1:8 അങ്ങനെയാകട്ടെ 1:8 ഞാൻ ആദിയും അന്ത്യവുമാകുന്നു എന്ന് ആകുന്നവനും ആയിരുന്നവനും
വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു. അപ്പൊ അവിടെ അത് യഹോവയെ കുറിച്ച് അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ കുറിച്ചുള്ള ആട്രിബ്യൂട്ടാ. അതായത് എന്തെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ 8 ഞാൻ ആദിയും അന്ത്യവുമാകുന്നു എന്ന് ആകുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു. അപ്പൊ അത് പിതാവായ ദൈവത്തെ കുറിച്ച്. എന്നാൽ അത് സെയിം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് റെവലേഷൻ 2:6 വായിക്കുമ്പോൾ 2:6 എന്നാൽ ഞാൻ വെറുക്കുന്ന 2:8 അല്ല 2:8 സ്മിർനായിലെ സഭയുടെ മാലായിക്ക് എഴുതുക, ആദിയും അന്ത്യവുമായവന്റെ മരിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തവന്റെ വാക്കുകൾ. അപ്പൊ അത് പിതാവിനെ കുറിച്ചല്ലല്ലോ, കാരണം മരിക്കുകയും ജീവനിലേക്ക് തിരികെ വന്നു. അപ്പൊ അതായത് പിതാവായ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സെയിം ആട്രിബ്യൂട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യം. കാരണം ഇസ്രായേലിന്റെ ദൈവം, അബ്രാഹത്തിന്റെ ഇസാക്കിന്റെ ഇസ്രായേലിന്റെ ദൈവം, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നവൻ സൃഷ്ടാവായിട്ടുള്ള ദൈവം മലാക്കിയിൽ പറയുകയാണ്, ജാതികളുടെ ഇടയിൽ സമുന്നതമാണ് എന്റെ നാമം. ഇവിടെ റെവലേഷനിൽ നമ്മൾ വായിച്ചു, ഞാൻ ആകുന്നവനും ആദിയും അന്ത്യവുമാണ്. ഇത് 2:8 കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്നുള്ളതിന്റെ തെളിവ് ഇതാണ്. ആദിയും അന്ത്യവുമായവന്റെ മരിക്കുകയും എക്സ്ക്ലൂസീവ്ലി കർത്താവിന്റെ ആണെന്നുള്ള കാര്യം തെളിഞ്ഞപ്പോ കർത്താവ് ആദിയും അന്ത്യവുമാണ്. ദെൻ റെഡീമർ എന്നുള്ള പേര് ഓൾഡ് ടെസ്റ്റാമെന്റില് യഹോവയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ന്യൂ ടെസ്റ്റാമെന്റില് കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജോബ് 19:20 സങ്കീർത്തനം നോക്കിയാൽ സങ്കീർത്തനം 19:14 ഇംഗ്ലീഷിലാണ് റെഡീമർ എന്നാണ്, മലയാളത്തിലൊന്ന് വായിക്കുമ്പോൾ സങ്കീർത്തനം എന്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ. അപ്പൊ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതാണ് റെഡീമർ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായിട്ടുള്ള കർത്താവേ. അപ്പൊ വീണ്ടും ഐസിയ 41:14 റെഡീമർ എന്നുള്ള വേർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ദെൻ ഒത്തിരി സ്ഥലത്തുണ്ട്, സോ മെനി ടൈംസ്. അപ്പൊ ഓൾഡ് ടെസ്റ്റാമെന്റിൽ റെഡീമർ എന്ന് പറഞ്ഞ് എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നാണ് റെഡീമർ എന്നുള്ളതിന്റെ മലയാള വീണ്ടെടുപ്പുകാരൻ. കമ്മിങ് ടു റെവലേഷൻ 5:9 വായിക്കുമ്പോൾ റെവലേഷൻ 5:9 അവർ പുതിയൊരു ഗാനം ആലപിച്ചു, ഗ്രന്ഥമെടുക്കാനും മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാകുന്നു. നീ കൊല്ലപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും ജനങ്ങളിലും ജനമതങ്ങളിലും നിന്ന് മനുഷ്യരെ നീ ദൈവത്തിന് വേണ്ടി വീണ്ടെടുക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു റെഡീമർ ആണ്, റെഡീം ചെയ്തു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് വായിക്കാതെ തന്നെ അറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, പൊന്ന വെള്ളി തുടങ്ങുന്ന അഴുകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അഴുകാത്ത കുഞ്ഞാടിന്റെ നിർമ്മലമായ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പൊ ഹിയർ കർത്താവായ യേശു ക്രിസ്തു റെഡീമർ ആണ്. ദെൻ അടുത്ത ആട്രിബ്യൂട്ട് നമുക്കറിയാവുന്ന ആട്രിബ്യൂട്ടാ ലൈറ്റ്. സാം 27:1 വായിക്കുമ്പോൾ, കാരണം ഓൾഡ് ടെസ്റ്റാമെന്റിലുള്ളതെല്ലാം യഹോവയെ കുറിച്ചാണ്. യഹോവ എന്ന് പറയുന്നത് ത്രിയേക ദൈവമാണ്. പക്ഷെ ഇത് സെയിം ആട്രിബ്യൂട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. സാം 27:1 വായിക്കുമ്പോൾ, കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. അത് ലോർഡ് ഈസ് മൈ ലൈറ്റ്. അറിയാവുന്ന കർത്താവ് പറഞ്ഞു, ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ജോൺ 8:12 ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പൊ സാം 27:1 നമ്മൾ കണ്ടു ദി യഹോവ ലൈറ്റ് ആണ്. ദെൻ ഐസിയ ഒരു സെന്റൻസോടെ വായിച്ചാൽ ഐസിയ 60:19 ഇനി പകൽ സൂര്യനായിരിക്കയില്ല നിന്റെ പ്രകാശം, രാത്രിയിൽ വെളിച്ചത്തിനായി ചന്ദ്രൻ നിനക്ക് പ്രകാശം ചൊരിയുകയുമില്ല. എന്നാൽ കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം. കർത്താവായിരിക്കും. ദി ലോർഡ് വിൽ ബി ദി ലൈറ്റ്. അതായത് യഹോവയ്ക്ക് വെളിച്ചം എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കർത്താവ് പറഞ്ഞു, ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ദെൻ നമ്മൾ കാണുന്നത് ദെൻ ദി മൈറ്റി ഗോഡ്. ഒത്തിരി സ്ഥലത്തുണ്ട് ഓൾഡ് ടെസ്റ്റാമെന്റില് ദി മൈറ്റി ഗോഡ്, ശക്തനായ ദൈവം. ഒരു മിശിഹ പ്രവചനം നമുക്കറിയാം, ഐസിയ 9:6 അതെ, ശക്തനായിട്ടുള്ള ദൈവം നമുക്കറിയാം. ഐസിയ 9:6 അന്ന് വായിച്ചു പോകുന്നു. വായിച്ചാൽ നിനക്ക് വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു, അധികാരം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയാവഹനായ ഉപദേഷ്ടാവ്,
ശക്തനായ ദൈവം. നമുക്കറിയാം അത് കർത്താവിനെ കുറിച്ചുള്ള, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മൈറ്റി ഗോഡ് എന്ന് യഹോവയെ കുറിച്ച് ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് ഉണ്ട്. ഇവിടെ ശക്തനായിട്ടുള്ള ദൈവം, മൈറ്റി ഗോഡ്. ദെൻ നമ്മുടെ മഹാദൈവവും. ഈ കാര്യങ്ങളിലെല്ലാം അതായത് നമ്മൾ ചിന്തിച്ചത് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ യഹോവ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. അല്ലെങ്കിൽ അത് യോഹന്നാൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന സത്യം നമ്മൾ ആദ്യം ചിന്തിച്ചു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. പിന്നെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ ഭൂമിയിലായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ റെവലേഷൻ എടുക്കുമ്പോൾ യോഹന്നാന്റെ മുമ്പിൽ ഇത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ യോഹന്നാൻ ഈ മാലാഹയുടെ മുമ്പിലേക്ക് കമിഴ്ന്നു വീണു ആരാധിക്കാൻ തുടങ്ങി. മാലാഹ എന്താ പറയുന്നത്? ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ, വേറെ ആരുടെ മുമ്പിൽ ശിരസ് നമിക്കാൻ പാടില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതവിടെ നിന്ന് വായിക്കുന്നല്ല, മാത്യു 28:17 അത് റിസറക്റ്റഡ് ലോർഡിന്റെ അതിനു മുമ്പ് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വായിച്ചു പോകുന്നത്. കാരണം നമുക്കൊരു യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം യേശു ക്രിസ്തുമാർ ഹൺഡ്രഡ്സ് ആർ ദെയർ ഇൻ ദി വേൾഡ്. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. അതെ. 28:9 മാത്യു 28:9 യേശു അവരെ കണ്ടുമുട്ടി അഭിവാദനം ചെയ്തു. അവർ മുന്നോട്ട് വന്ന് കാലിൽ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ചു. അതെ, അത് റിസറക്റ്റഡ് ലോർഡ്. അതിനു മുമ്പ് മാത്യു 9:18 കാരണം ഈ യോഹന്നാൻ മാലാഹയുടെ മുമ്പിൽ കമിഴ്ന്നു വീണപ്പോൾ മാലാഹ സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ ഈ കർത്താവിനെ ആരാധിച്ചപ്പോ കർത്താവ് സ്റ്റോപ്പ് ചെയ്തില്ല. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. മാത്യു ഇത് ജീവിച്ചിരുന്നപ്പോൾ, മറ്റൊരു റിസറക്റ്റഡ് ആണ്. മാത്യു 9:18 അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഇതാ ഒരു പ്രമാണി കടന്നു വന്ന് മുട്ടുകുത്തി പ്രണമിച്ചു പറയുന്നു. ഇംഗ്ലീഷിലാണ് ഈ വർഷിപ്പ്. 9:18 വായിക്കേണ്ടത്. Behold, a ruler came and worshipped him. In Matthew 15:25 അതാണ് വായിച്ചത്. Then she came and worshipped and said, Then she came and worshipped him. Jesus did not prohibit. കാരണം കർത്താവ് തന്നെ പറഞ്ഞ് പിശാച് പരീക്ഷിച്ചപ്പോ എന്താ പിശാച് പറഞ്ഞ്? പിശാചിനോട് എന്താ കർത്താവ് പറഞ്ഞ്? എന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ ആരാധിച്ചപ്പോൾ യേശു ക്രിസ്തു സ്റ്റോപ്പ് ചെയ്തില്ല. മീൻസ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു 100% ദൈവവും 100% മനുഷ്യനുമായിരുന്നു. അല്ല 50-50 ആയിരുന്നില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ പകുതി മനുഷ്യനും പകുതി ദൈവം ആയിരുന്നില്ല. ഹി വാസ് ദി എറ്റേണൽ ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. അതാണ് യോഹന്നാൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന സത്യം. ദെൻ ജോൺ 9:38 അത് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന അവിടെ കർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന സംഭവം. ആ അന്ധന് സൗഖ്യം കൊടുത്തു കഴിഞ്ഞിട്ട് 9:38 ഇംഗ്ലീഷ് ഒന്ന് വായിക്കട്ടെ. 9:38 Then he said, Lord, I believe, and he worshipped him. അതെ, 9:38 ഇതിനകത്ത് മലയാളത്തിൽ അങ്ങനെ തന്നെ. അയാൾ പറഞ്ഞു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. അയാൾ അവനെ ആരാധിച്ചു. Then when he was a human being, അല്ലെങ്കിൽ ഇവിടെ മരിക്കുന്നതിന് മുമ്പ്, അടക്കപ്പെടുന്നതിന് മുമ്പ്, ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ അന്ധൻ ആരാധിച്ചപ്പോ നമുക്ക് തോന്നും കർത്താവിന്റെ സ്വഭാവം എന്നെ ആരാധിക്കുന്ന ഹ്യൂമിലിറ്റിയുടെ സൈനായിട്ട് എന്നെ ഇങ്ങനെ ഒന്നും ചെയ്തുകൂടാന്നല്ല. When he was worshipped, he received the worship. യോഹന്നാൻ എഴുതിയിരിക്കുന്നു അവനെ ആരാധിച്ചു. അപ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇവിടെ then ജോൺ ചാപ്റ്റർ 1:1 വരുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇത് നമ്മളൊന്ന് ചിന്തിക്കണ്ട. അവിടെ യോഹന്നാൻ ഈ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളൊരു 3 സപ്പോർട്ടിങ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കർത്താവിന്റെ പ്രീ എക്സിസ്റ്റൻസ് with God, then co-existence with God, then the eternal life. കാരണം ഇപ്പം നമുക്ക് മാലാഖമാരെ ദൈവം സൃഷ്ടിക്കുക, മാലാഖമാർക്ക് ജീവൻ കൊടുത്തതാരാ? ദൈവം. മനുഷ്യന് ജീവൻ കൊടുത്തത് ദൈവമാണ്. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവം കൊടുത്ത ജീവനല്ല. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ ആ ഫസ്റ്റ് വേർഡുകൾ എടുക്കുമ്പോൾ, അപ്പൊ ആദ്യത്തെ വേർഡ് എന്താ? ആദിയിൽ വചനമുണ്ട്. അപ്പൊ ആദി എന്ന് പറഞ്ഞേക്കുന്നത് ഏതാ പറയുക? ആദി എന്ന് പറയുന്നത് എന്തിനാ? അതായത് ആദി എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ജോൺ അല്ല
ജെനിസിസ് 1:1 ആണ്. ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. അപ്പൊ ഈ ക്രിയേഷൻ ഹീബ്രൂസിൽ നമ്മൾ വായിക്കുക, ഇങ്ങനെ അദൃശ്യമായവയിൽ നിന്ന് ദൃശ്യമായവയെ ദൈവം സൃഷ്ടിച്ചു എന്ന് എങ്ങനെ അറിയുന്നു ബാബു? അത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഡാഷ. എങ്ങനെ ജോലി അറിയുന്നു? അദൃശ്യമായവയിൽ നിന്ന് ദൃശ്യമായവയെ ദൈവം സൃഷ്ടിച്ചു എന്ന് ഡാഷ് നമ്മൾ അറിയുന്നു. എങ്ങനെ അറിയുന്നു? എങ്ങനെ? റിപ്പീറ്റ്, കേട്ടില്ല. അതെ, ബൈ ഫെയ്ത്ത്. ഹീബ്രൂസ് 11:1 വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. 11:1 മൂന്നാം സെന്റൻസ് 11:3 എന്ന് വായിക്കുമ്പോൾ ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു, അങ്ങനെ അദൃശ്യമായവയിൽ നിന്ന് ദൃശ്യമായവ ഉണ്ടായി എന്ന് വിശ്വാസത്താൽ നാം മനസ്സിലാക്കി. അതായത് ഇല്ലായ്മ, അപ്പൊ ഒന്നും ഇല്ലാത്ത, ഒരു മെറ്റീരിയൽ റെലവും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു, ഒന്നുമില്ല. അപ്പൊ ഈ സൃഷ്ടിയോടുകൂടി എന്തുണ്ടായി? സമയം ഉണ്ടായി. അതായത് ഇൻഫിനിറ്റിന്ന് ഫൈനൈറ്റിലോട്ടുള്ള എൻട്രൻസ് ആണ് ഇൻ ദി ബിഗിനിങ്. അല്ല ദൈവത്തിന് ബിഗിനിങ് ഉണ്ടെന്നല്ല, ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. ഈ ക്രിയേഷനോട് കൂടി സമയം ഉണ്ടായി, അല്ലെങ്കിൽ ഇൻഫിനിറ്റി മാറിയിട്ട് ഒരു ഫൈനൈറ്റ് ടൈം ഉണ്ടായി. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ എന്താ? എഗെയിൻ ഇൻഫിനിറ്റി, സമയം ഇല്ലാതാവും. അപ്പൊ സമയം ഇല്ലാതിരുന്ന ഒരു കാലത്തുനിന്ന് സമയം ഉണ്ടായി. ഇനി സമയത്തിന് എന്ത് പറ്റും? സമയം ഇല്ലാതായി തീരും. റെവലേഷൻ 10:6 അത് ഈ ഓൾഡ് ഇംഗ്ലീഷ് വേർഷനിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് നോ മോർ ടൈം ഇല്ലാതെ ഓൾഡ് ഇംഗ്ലീഷ് വേർഷനിലുള്ളൂ, മലയാളത്തിൽ വായിച്ചിട്ടില്ല. റെവലേഷൻ 10:6 നമ്മൾ വായിക്കുന്നത് ആൻഡ് സമയം ഇനി ഫ്യൂച്ചറിൽ ആൻഡ് ദെയർ വിൽ ബി നോ ടൈം. അപ്പൊ ദെയർ വാസ് എ ടൈം വെൻ ദെയർ വാസ് നോ ടൈം. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? അപ്പൊ ആദിയിൽ ഇൻ ദി ബിഗിനിങ് എന്താ? ജോൺ 1:1 എന്താ പോകും? ഇൻ ദി ബിഗിനിങ്. അതായത് ഈ ക്രിയേഷൻ അല്ലെങ്കിൽ ക്രിയേഷൻ ആണ് ഇൻ ദി ബിഗിനിങ്. അപ്പൊ ഈ ബിഗിനിങ്ങിന്റെ സമയത്ത് ആരുണ്ട്? അതിനു മുമ്പ് ആരുണ്ട്? ഇൻ ദി ബിഗിനിങ് ആരുണ്ട്? വേർഡ്. അവിടെ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ ദി ബിഗിനിങ് വചനം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച് നമ്മൾ, കാരണം നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം അതിന് പുറത്ത് ഒത്തിരി യേശുക്രിസ്തുമാരുണ്ട്. അതിൽ നിന്ന് നമ്മളെ തന്നെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ വി വിൽ ലൂസ് അവർ എറ്റേണിറ്റി. അതുകൊണ്ട് ഇത് സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ ദൈവം ഗൗരവമായിട്ട് എടുക്കും. അപ്പൊ ഇൻ ദി ബിഗിനിങ്, ഇംഗ്ലീഷ് വായിക്കുക ഇച്ചിരി നല്ലത്. ഇൻ ദി ബിഗിനിങ് വാസ് ദി വേർഡ്. ഈസ് അല്ല. അപ്പൊ ഇൻ ദി ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ അദൃശ്യമായവരിൽ നിന്ന് ദൃശ്യമായ ഉണ്ടായ സമയത്ത്, ദാറ്റ് ഈസ് ദി ബിഗിനിങ്. അന്നേരം ദി വേർഡ് വാസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ പാസ്റ്റ് ആണ്. എന്നാലും ഇൻ ദി ബിഗിനിങ് വാസ് ദി വേർഡ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ വേർഡ് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഒരു പാർട്ടല്ല, അല്ലെങ്കിൽ ടൈം ബൗണ്ട്, അല്ലെങ്കിൽ ടൈം ആൻഡ് സ്പേസിന്റെ ഒരു പാർട്ടല്ല വേർഡ്. അല്ലെങ്കിൽ ഹി വാസ് എ പാർട്ട് ഓഫ് ദി എറ്റേണിറ്റി. അത് ടൈം ആൻഡ് സ്പേസിന്റെ പാർട്ടല്ലാതെ എറ്റേണിറ്റിയുടെ പാർട്ടായിരിക്കുന്ന എന്തും ദാറ്റ് ഈസ് ഗോഡ്. ദൈവത്തിന് ഈ സമയത്തിന്റെ ബന്ധനമില്ല, അല്ലെങ്കിൽ എറ്റേണിറ്റിയുടെ പാർട്ടാണ്. അത് യോഹന്നാൻ നോക്ക്, ഈ മുക്കുവനായിരുന്ന യോഹന്നാൻ ഇപ്പൊ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് 1000 തീസിസ് ഉണ്ട്, ലക്ഷക്കണക്കിന് തീസിസുകളും ഡോക്ടറേറ്റുകളും ലോകത്തിലുണ്ടായിട്ടുണ്ട് യോഹന്നാൻ എഴുതിയേക്കുന്ന ഈ ഫസ്റ്റ് വേർഡിനെ കുറിച്ച്. അപ്പൊ ഇൻ ദി ബിഗിനിങ് വാസ് ദി വേർഡ്. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്ന, അത് നമ്മൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഈ ബിഗിനിങ് എന്ന് പറഞ്ഞേക്കുന്നത് സൃഷ്ടിയാണ്. അപ്പൊ വേർഡ് സൃഷ്ടിയുടെ ഒരു പാർട്ട് അല്ല. ദാറ്റ് മീൻസ് സൃഷ്ടിയുടെ പാർട്ട് അല്ലെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി എറ്റേണിറ്റി. എറ്റേണിറ്റി എന്ന് പറയുന്നതാണ് ദൈവം. സഭാപ്രസംഗിയിൽ സോളമൻ എഴുതി, ആൻഡ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് എറ്റേണിറ്റി. എറ്റേണിറ്റി മനുഷ്യ ഹൃദയങ്ങളിൽ എറ്റേണിറ്റിയെ കുറിച്ചുള്ള അവബോധം കൊടുത്തു. അതായത് ദൈവചിന്തയാണ്. എറ്റേണിറ്റി ദൈവം മാത്രമേ ഉള്ളൂ എറ്റേണൽ ആയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇൻ ദി ബിഗിനിങ്ങിൽ, അപ്പോൾ ഈ വേർഡ് ബിഗിനിങ്ങിന്റെ പാർട്ടല്ല, അല്ലെങ്കിൽ സൃഷ്ടിയുടെ പാർട്ടല്ല, സൃഷ്ടിക്കപ്പെട്ടേക്കുന്നതിന്റെ പാർട്ടല്ല. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ക്രിയേഷൻ. സോ ഹി വാസ് എറ്റേണൽ. അതായത് യോഹന്നാൻ പറയുന്ന ഒരു പാർട്ട് മീൻസ് ഹി വാസ് ബിഫോർ ദി ക്രിയേഷൻ, അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റന്റ് ആയിരുന്നു. കർത്താവിന്റെ വേർഡുകൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ജോൺ 8:59 വായിക്കുമ്പോൾ, അതായത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ യൂണീക്നെസ്, ഇത് വായിച്ചാൽ മാത്രമേ രക്ഷിക്കപ്പെടുള്ളൂ, ഇത് വായിച്ചാൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ പറ്റൂ.
ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ ലൈഫ് ഹിസ്റ്ററി, കർത്താവിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും, അതൊക്കെ ഒത്തിരി സെക്യുലർ റൈറ്റിംഗ്സും ഉണ്ട്. 8:59. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. 8:58. Okay. Jesus said to them, most assuredly I say to you, before Abraham was. അബ്രാഹത്തെ കുറിച്ച് ബിഫോർ എബ്രാഹം, അത് വാസാ. അബ്രാഹത്തിന് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ബിഫോർ എബ്രാഹം വാസ് എന്ന് പറഞ്ഞാൽ അബ്രാഹം BC 2000. BC 2000 മുമ്പ് അബ്രാഹം ഉണ്ടോ? ഇല്ല. ബിഫോർ അബ്രാഹം വാസ് ഐ ആം. ഐ വാസ് അല്ല, ഐ ആം മീൻസ് ദൈവത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. മോശ ഈജിപ്തിലേക്ക് പോകാൻ നേരത്ത് ദൈവത്തോട് ചോദിച്ചു, ഇസ്രായേൽക്കാർ ചോദിക്കും ആരാ എന്നെ അയച്ചതെന്ന് ചോദിക്കും, ഞാൻ എന്ത് പറയണമെന്നാ പറഞ്ഞത്? അതോടെ ഒന്ന് വായിക്കുന്നില്ല. എക്സോഡസ് 3:14 സാറിന് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കും. എക്സോഡസ് 3:14 അത് ഇംഗ്ലീഷ് വായിച്ചാലാണ് നമുക്കിപ്പം, നമ്മൾ ഇംഗ്ലീഷുകാരായതുകൊണ്ടല്ല, ആ വേർഡ് അതുപോലെ തന്നെ കിട്ടാൻ നല്ലതാണ്. God said to Moses, I am who I am. And he said, thus you shall say to the children of Israel, I am has sent me to you. I am. ഈ പേജും ഈ ജോൺ 8:58 രണ്ടും കൂടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇംഗ്ലീഷിൽ നോക്കിയാൽ, ആൻഡ് ഗോഡ് സെഡ് ടു മോസസ്, ഐ ആം ഹൂ ഐ ആം. ആൻഡ് ഹി സെഡ്, thus you shall say to the children of Israel, I am has sent you. ഇവിടെ ജോൺ 8:58 അത് ഈ ഇംഗ്ലീഷ് വായിച്ച് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. മോസ്റ്റ് അഷ്വയർലി ഐ സേ ടു യു, ബിഫോർ അബ്രാഹം വാസ് ഐ ആം, ക്യാപിറ്റൽ ലെറ്ററിൽ ഐ ആം ഹാവ് സെന്റ് ടു യു, ഐ ആം. അപ്പോ ഇത് കാണിക്കുന്നത് എന്താ? ദി പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പ്രീ എക്സിസ്റ്റൻസ്. ദെൻ ജോൺ ചാപ്റ്റർ 17 അതാണ് നമുക്ക് ഏറ്റവും, അത് ഞാൻ പണ്ട് വായിക്കുമ്പോഴും അത് ഹൃദയസ്പർശിയായിട്ട് നോക്കുക. അതിന് കർത്താവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ജോൺ 17:3 തുടങ്ങി വായിക്കും. 3 അല്ല 4 വായിക്കുമ്പോ നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വീകരിച്ചു. പിതാവേ, ലോകം ഉരുവാക്കപ്പെടും മുമ്പേ എനിക്ക് നിന്നോടൊത്ത് ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ നിന്റെ സന്നിധിയിൽ നീ എന്നെ മഹത്വീകരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം എടുത്താലും യേശുക്രിസ്തു ദൈവമാണെന്ന് അറിയാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോടേണ്ട ആവശ്യമില്ല. അവിടെ 5ാം സെന്റൻസിൽ എഴുതിയേക്കാണ്, ആൻഡ് നൗ ഓ ഫാദർ ഗ്ലോറിഫൈ മീ ടുഗദർ വിത്ത് യുവർ സെൽഫ് വിത്ത് ദി ഗ്ലോറി വിച്ച് ഐ ഹാഡ് വിത്ത് യു ബിഫോർ ദി വേൾഡ് വാസ്. അല്ലെങ്കിൽ ഈ സൃഷ്ടി അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ ദി ബിഗിനിങ്ങിന് മുമ്പ്, the glory which I had with you before the world began. Then 17:24 വായിക്കുമ്പോ, പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നോടുള്ള സ്നേഹം നിമിത്തം നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം. ലോകസ്ഥാപന Father, I desire that they also whom you gave me may be with me where I am, that they may behold my glory which you have given me, for you loved me before the foundation of the world. ആ ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ് ആണ് ഇൻ ദി ബിഗിനിങ്. അപ്പൊ ഇൻ ദി ബിഗിനിങ്ങിന് മുമ്പ് ആരുണ്ട്? വേർഡ് വാസ് there. Then അപ്പോ ഇൻ ദി ബിഗിനിങ് വാസ് ദി വേർഡ്. അടുത്ത സെന്റൻസ് 3. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിലെ ദൈവത്തെ തിരിച്ചറിയണമെങ്കിൽ അടുത്ത സെന്റൻസ് എന്താ? അപ്പൊ ഇൻ ദി ബിഗിനിങ് അല്ലെങ്കിൽ ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് ആരുണ്ട്? വേർഡ് ഉണ്ട്. അല്ലെ 1:14 പറഞ്ഞേക്കാണ് ഈ വേർഡ് എന്തായി വന്നതാ? യേശുക്രിസ്തു. ദി വേർഡ് ബിക്കെയിം ഫ്ലെഷ്. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് വേർഡ് ഉണ്ട്. അടുത്ത സെന്റൻസിൽ പറഞ്ഞേക്കുവാണ്, ആൻഡ് ദി വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദി വേർഡ് വാസ് ഗോഡ്. അപ്പൊ ഈ വേർഡ് ആരാണ്? വേർഡ് ഗോഡ് ആണ്. ആൻഡ് ദി വേർഡ് വാസ് വിത്ത് ഗോഡ് എന്ന് പറയുമ്പോ മോർ ദാൻ 1 പേഴ്സണാലിറ്റി. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് അടിസ്ഥാനമായിട്ട് അറിഞ്ഞേ പറ്റൂ. ദർ ഈസ് ട്രിനിറ്റി ഇൻ ദി ഗോസ്പൽ ഓഫ് ജോൺ. വേറെ ഒരിടത്തും ഇല്ല. നോ. അപ്പൊ വേർഡ് വാസ് ദെയർ ബിഫോർ ദി ക്രിയേഷൻ ആൻഡ് വേർഡ് വാസ് ഗോഡ്. വേർഡ് വാസ് ഗോഡ് ആൻഡ് വേർഡ് വാസ് വിത്ത് ഗോഡ്. വിത്ത് ഗോഡ് ദാറ്റ് മീൻസ് മോർ ദാൻ 1 ആൾക്കാരുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ദൈവം ഏകനാണ്. ഇസ്രായേൽ കേൾക്കുന്നതിന്റെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. അപ്പൊ ആ ഏകത്വത്തിലുള്ള ത്രീത്വത്തെ നമ്മൾ യോഹന്നാൻ ഫസ്റ്റ് വേർഡിൽ തന്നെ എഴുതിയേക്കുവാണ്. ആൻഡ് വേർഡ് വാസ് വിത്ത് ഗോഡ്. വേർഡ് ഗോഡ് ആയിരുന്നു.
പക്ഷെ വേർഡ് വിത്ത് ഗോഡ്. സോ ദെൻ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ക്രിയേഷനിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹോവറിങ് ഓവർ ദി വാട്ടേഴ്സ്. പിന്നെ അനനിയാസും സഫീറയുടെ സ്ഥലത്ത് പത്രോസ് പറയുന്നുണ്ട്, നീ മനുഷ്യനോടല്ല ദൈവത്തോടാണ് കള്ളം പറഞ്ഞത്, നീ ദൈവത്തിന്റെ ആത്മാവിനോടാണ് കള്ളം പറഞ്ഞത്. ദെൻ 1 Corinthians 4:12 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തൻ്റെ ഇഷ്ടപ്രകാരം ഓരോരുത്തർക്കും കൃപാവരങ്ങളെ കൊടുക്കുന്നു. അപ്പൊ ഈ ത്രിത്വത്തെ കുറിച്ചുള്ള ആ ടോട്ടൽ ആയിട്ടുള്ള ടീച്ചിങ് യോഹന്നാന്റെ ഇതിലുണ്ട്. അപ്പോൾ ദി വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദി വേർഡ് വാസ് ഗോഡ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം കണ്ടു. ദി പ്രീ എക്സിസ്റ്റന്റ് ആയിരുന്നു, കോ എക്സിസ്റ്റന്റ് ആണ്. ദെൻ മൂന്നാമത്തെ കാര്യം എന്താ? 4ാം സെന്റൻസ്, ഇൻ ഹിം വാസ് ലൈഫ്. കാരണം ലൈഫ് ദൈവത്തിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരാള് ഒരിക്കലും ദൈവമാകത്തില്ല. നമുക്കെല്ലാം ലൈഫ് കിട്ടിയേക്കുന്ന, മാലാഖമാർക്ക് ലൈഫ് കിട്ടിയേക്കുന്ന, മനുഷ്യൻ ലൈഫ് കിട്ടിയേക്കുന്ന എല്ലാം ദൈവത്തിൽ നിന്നാണ്. പക്ഷെ ഇവിടെ ഇൻ ഹിം എന്ന് പറഞ്ഞേക്കുന്ന ആരെ കുറിച്ചാണ്? വേർഡ്. ഇൻ ഹിം വാസ് ലൈഫ്, പിതാവിൽ നിന്ന് കിട്ടിയ ലൈഫ് അല്ല, ഇൻ ഹിം വാസ് ലൈഫ്. കർത്താവ് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഐ ആം ദി റിസറക്ഷൻ ആൻഡ് ലൈഫ്. ദെൻ ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് ജീവൻ എന്താ പറയുന്നത്, അത് ഉപേക്ഷിക്കാനും തിരികെ എടുക്കാനും എനിക്ക്, അതായത് ഹി വാസ് ദി ലോർഡ് ഓഫ് ലൈഫ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ. ദി വേർഡ് വാസ് ബിഫോർ, അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റന്റ് ആണ്, ദൈവത്തോടു കൂടി കോ എക്സിസ്റ്റന്റ് ആണ്, ആൻഡ് ഇൻ ഹിം വാസ് ലൈഫ്. അല്ലെങ്കിൽ വേർഡിന് ലൈഫ് കിട്ടിയത് ഗോഡിൽ നിന്നല്ല. അതാണ് കോ വിത്ത് ഗോഡ് എന്ന് പറയുമ്പോൾ അപ്പൊ അത് മോർ ദാൻ വൺ പേഴ്സണാലിറ്റിയുടെ പ്രൂഫാണ്. He was word was God. Word was there before the creation. Then word was with God എന്ന് പറയുമ്പോൾ അതാണ് ആ ഇലോഹിം അല്ലെങ്കിൽ പ്ലൂറാലിറ്റി ഓഫ് ദി ഗോഡ് ഹെഡ് ആണ്. അപ്പൊ ദൈവത്തോട് കൂടെയായിരുന്നു, പക്ഷെ ഈ വേർഡ് ദൈവമായിരുന്നു. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുവാണ്, ആ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് അമോങ് us. അപ്പൊ നമ്മൾ ഹീബ്രൂസിൽ വായിക്കുകയാണ്, പൂർവ്വകാലങ്ങളിൽ ദൈവം പ്രവാചകരിലൂടെയും പിതാക്കന്മാരിലൂടെയും സംസാരിച്ചു. എന്നാൽ ഈ അന്ത്യകാലത്ത് ആ വേർഡ് ഇങ്ങോട്ട് വന്ന് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചു. ദെൻ ഇത് ജാതികൾക്കൂടെയുള്ള ലെറ്റർ ആയതുകൊണ്ട് അതോടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഏത് കൾച്ചർ എടുത്താലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരു ശക്തിയുണ്ട് പറയില്ലേ, എല്ലാവരും പറയും. അല്ലാതെ ഇതൊന്നും ഉണ്ടായത് ഏതൊരു ശക്തിയുണ്ട്. അപ്പൊ ഈ ഗ്രീക്ക് കൾച്ചറിൽ നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ട് അവർക്കുണ്ടായിരുന്ന ഒരു ശക്തിയെ കുറിച്ച്, ആ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു ശക്തിയാണ് ഇത് ഈ സൃഷ്ടിക്കെല്ലാം നിദാനം ഗ്രീക്കുകാർക്ക്. അത് ഗ്രീക്ക് വേർഡാണല്ലോ, ലോഗോസ്, ഗ്രീക്കാണ്. അപ്പൊ ലോഗോസ് ആണ് സൃഷ്ടാവെന്ന് ഗ്രീക്കുകാർക്കുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സൺ, ഒരു ശക്തിയാണ്. പേഴ്സൺ അല്ല, ഒരു ശക്തിയുണ്ട്. നമ്മളെല്ലാം പറയുന്ന കാര്യം, നമ്മളെല്ലാം കേൾക്കുന്ന, ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു കത്തോലിക്ക പെങ്കൊച്ച് എന്നോട് പറഞ്ഞതാണ്, ഏതൊരു ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതായത് ക്രിസ്ത്യോളം അതപ്പത്തിച്ചേക്കുന്നതിന്റെ ഒരു പ്രൂഫായിട്ട് ഞാൻ എന്നും ഓർക്കുന്നത്, ആ കൊച്ചിനെ അറിയില്ല ഞാൻ ഇതിങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഏതൊരു ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ ഈ ഗ്രീക്കുകാർക്കും ഇതുണ്ട്, എന്തുണ്ട്? ഏതോ ഒരു ശക്തി. ലോഗോസ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു നോൺ പേഴ്സണൽ പവർ ആണ് ഗ്രീക്കുകാരെ സംബന്ധിച്ച്. ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ, ഒരു നോൺ പേഴ്സണൽ ഒരു പവർ, ഏതൊരു ശക്തിയാണ് ഗ്രീക്കുകാരുടെ ഫെയ്ത്ത് സൃഷ്ടിയുടെ നിദാനമായിട്ട് അവർ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പൊ യോഹന്നാൻ പറയുവാണ്, ആ ലോഗോസ് വന്നേക്കുന്നതാണ് യേശു ക്രിസ്തു. ദി ലോഗോസ് ബിക്കെയിം ഫ്ലഷ്. ഇംഗ്ലീഷിൽ നമുക്കറിയാവുന്ന ഗ്രീക്കിൽ ലോഗോസ് എന്നുള്ള വേർഡ്, ദി വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് അമോങ് us. അപ്പൊ ഇത് വായിച്ചാൽ ഗ്രീക്കുകാരനും രക്ഷിക്കപ്പെടണം, യഹൂദനെ സംബന്ധിച്ചാണ് ഇത് വേർഡ് എന്നുള്ളത് അവർക്ക് സുപരിചിതമാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് മുഴുവൻ ദി വേർഡ് ഓഫ് ഗോഡ് കെയിം. അബ്രാഹത്തിന് ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദി വേർഡ് കെയിം. എല്ലാ പ്രവാചകന്മാരും ദി വേർഡ് കെയിം. ജെറമിയ വേർഡ് കെയിം. ഐസയ ദി വേർഡ് ഓഫ് ദി ലോർഡ് കെയിം. അപ്പൊ യഹൂദനെ സംബന്ധിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല വേർഡിനെ കുറിച്ച്. കാരണം ദൈവത്തിന്റെ വചനം ആണ് ദൈവം. അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് 1 Samuel 3:21 നമ്മൾ വായിക്കുന്നുണ്ട്, ലോർഡ് റിവീൽഡ് ഹിംസെൽഫ് ത്രൂ ഹിസ് വേർഡ്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള റെവലേഷൻ ആണ് വേർഡ് എന്നുള്ളത് യഹൂദന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് യഹൂദനും ഗ്രീക്കുകാരനെ സംബന്ധിച്ച് ലോഗോസ് ഉണ്ട്, പക്ഷെ ഒരു നോൺ പേഴ്സണൽ പവർ ആണ്. യോഹന്നാൻ പറഞ്ഞേക്കുവാണ്, യഹൂദനോടും ഗ്രീക്കുകാരനോടും പറഞ്ഞേക്കുവാണ്, അവരുടെ നോൺ പേഴ്സണൽ പവർ, അല്ലെങ്കിൽ യഹൂദന് അവന്റെ വേർഡ് ഓഫ് ഗോഡ്, ആ വേർഡ് ഇങ്ങോട്ട് ജഡമെടുത്ത് വന്നേക്കുന്നതാണ് യേശു ക്രിസ്തു. അപ്പൊ ആ വേർഡിന് ഇവിടെ 3 കാര്യം യോഹന്നാൻ പറഞ്ഞേക്കുന്നത്. ആ വേർഡിന് ലൈഫ് ആരും കൊടുത്തതല്ല, ഇൻ ഹിം വാസ് ലൈഫ്. അപ്പോൾ പ്രീ എക്സിസ്റ്റന്റ് ആയിരുന്നു, കോ എക്സിസ്റ്റന്റ് ആണ്, ഇൻ ഹിം വാസ് ലൈഫ്.
ഈ ലോഗോസ് ഗ്രീക്കുകാർക്കുള്ള ഉത്തരമാണ്. ഈ ലോഗോസ് ആണ് ഇവിടെ പേഴ്സൺ ആയിട്ട് വന്നിരിക്കുന്നത്. 1:14 ആൻഡ് ദി വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് എമോങ് us. അപ്പോൾ നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിൽ ഈ കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള കാര്യം കണ്ടിന്യൂ ടു സ്റ്റഡി. പക്ഷെ ഇത് മറക്കരുത്, ഈ വേർഡ് ഇൻ ദി ബിഗിനിങ്ങിൽ വേർഡ് ഉണ്ടായിരുന്നു, സൃഷ്ടിക്കുമ്പോൾ ഉണ്ട്. നമ്മൾ കൊളോസി ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഇത് തന്നെ എഴുതിയേക്കുന്നു, അവൻ മുഖാന്തരം എല്ലാം ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഹി വാസ് ദി ക്രിയേറ്റർ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കി അവനിൽ വിശ്വസിച്ചാൽ, യോഹന്നാൻ again and again സ്ട്രെസ് ചെയ്താണ് by believing 100 times believe. അങ്ങനെ നമുക്ക് ജീവൻ പ്രാപിക്കാൻ പറ്റും. ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം